ഇന്തലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. നിങ്ങൾ കളവാക്കിയ സാഹചര്യത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങിക്കോ. നാളെ പരലോകത്ത് വെച്ച് അല്ലാഹ് പറയുകയാണ്, ഇന്തലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. എന്തായി കളവാക്കിയത്? ദുനിയാവിൽ നിന്ന് നീ വഅദ് കേട്ടിരുന്നു. അപ്പൊ പരലോകം എന്ന് പറയുമ്പോൾ നീ അതൊരു ഉട്ടോപ്പിയാക്കി കണക്കാക്കി. നിനക്ക് മഹ്ശറുണ്ട് എന്ന് പറഞ്ഞപ്പോ, ഹിസാബുണ്ട് എന്ന് പറഞ്ഞപ്പോ, പുനരുത്ഥാനമുണ്ടെന്ന് പറഞ്ഞപ്പോ നീ ചോദിച്ചു, നമ്മളൊക്കെ മരിച്ചു മണ്ണും വെല്ലും ഒക്കെ ആയി പോയതിന്റെ ശേഷം രണ്ടാമത് നമ്മൾ പുനരെഴുന്നേൽപ്പിക്കപ്പെടുകയോ? അവരും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരും എഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? ഇങ്ങനെയൊക്കെ നീ ചോദിച്ച നിനക്ക് മഹ്ശർ എന്ന് പറയുമ്പോ, ഹിസാബ് എന്ന് പറയുമ്പോ, ചോദ്യം എന്ന് പറയുമ്പോ നീ ഉത്തരം പറയേണ്ടി വരുമെന്നത് പറഞ്ഞപ്പോ, നിനക്ക് സിറാത്ത് പാലമുണ്ടെന്ന് പറഞ്ഞപ്പോ, നരകമുണ്ടെന്ന് പറഞ്ഞപ്പോ, സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്തു ചെയ്തു? ആ പറഞ്ഞവരെ നേരം വെളുക്കാത്തവരായി ചിത്രീകരിച്ചു അല്ലേ? അവിടുന്ന് നീ എന്ത് ചെയ്തു? അതൊന്നും പറയണായിരുന്നും ഉണ്ടാവില്ല, കുറെ ഓലപ്പാമ്പാണ്, ആ പറയണായിരുന്നും ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ ഓലപ്പാമ്പ് കേട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ 4 ദിവസത്തെ ദുനിയാവ് സുഖിച്ചാൽ അത് കിട്ടി. ഇതല്ലായിരുന്നോ നീ വിചാരിച്ചിരുന്നത്? പരലോകത്തെ നിഷേധിച്ച സാഹചര്യം ഇതാ നിങ്ങളുടെ മുമ്പിൽ ഇതാ പത്തി വിടർത്തിയാടുകയാണ്. പൊയ്ക്കോ അങ്ങോട്ട്. ഇന്തലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഇന്തലിഖൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ്. 3 ശാഖകളുള്ള 3 ഇതളുകളായി പൊങ്ങുന്ന ആ തണലിലേക്ക് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ആ പുകത്തണലിലേക്ക് നിങ്ങൾ പൊയ്ക്കോ. ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ്. ലാ ളലീൽ. അത് തണുപ്പുള്ള നിഴലല്ല, അത് നിങ്ങൾക്കൊട്ടും ആശ്വാസകരമായ നിഴലല്ല. വലാ യുഗ്നീ മിനൽ ലഹബ്. നരകത്തിൽ കത്തിയാടുന്ന തീജ്വാലക്ക് നിങ്ങൾക്ക് ശമനം തരുന്ന നിഴലുമല്ല. വലാ യുഗ്നീ മിനൽ ലഹബ്. തീജ്വാലകൾക്ക് ശമനം തരുന്ന നിഴലുമല്ലാതെ അത് നിന്നെ ശക്തമായി ആക്രമിക്കുന്ന നിഴലും തണലുമായിരിക്കും. നിനക്കത് മറ്റൊരു അദാബായി അനുഭവപ്പെടും. അങ്ങോട്ട് പോയിക്കോ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, എന്താണ് അതിന്റെ സ്ഥിതി എന്ന് നിനക്കറിയോ? ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ. ഇന്നഹാ തർമീ. ആ നരകത്തിലെ തീയ്, ആ തീയില്ലേ, ആ തീനാളം, ആ തീനാളം തുപ്പുന്ന തീപ്പൊരികളില്ലേ, തീനാളം ഇങ്ങനെ കത്തി ഉയരുന്ന തീജ്വാലകളിൽ നിന്ന് പൊരി ഉയരും. ആ പൊരിയില്ലേ, ഷററ്, തീപ്പൊരി. ആ തീപ്പൊരി ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ. വലിയ വലിയ കൊട്ടാരം പോലെയുള്ള തീപ്പൊരികളാണ് അത് വിസർജിക്കുന്നത്, അത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മേലോട്ട് പൊങ്ങുന്ന തീപ്പൊരി. നിങ്ങൾ ദുനിയാവിലെ തീ കണ്ടിട്ടില്ലേ? എത്ര ശക്തമായ തീയാണെങ്കിലും ഒരു കോട്ടിയേക്കാൾ വലുപ്പമുള്ള തീപ്പൊരി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊന്നും ഉണ്ടാവൂല, വളരെ ചെറുതായിരിക്കും. ഇനി ഏതാവട്ടെ, ഭയങ്കര തീപിടുത്തൊക്കെ ആണെങ്കിൽ അതൊന്നും ഉയരുന്ന തീപ്പൊരി സാധാരണ നമ്മുടെ അടുപ്പൊന്നും ഉയരുന്ന തീപ്പൊരി പോലെയല്ല, കുറച്ചൊക്കെ വലുപ്പം ഉണ്ടാവും. അത് നമുക്ക് ദൃഷ്ടാന്താണ്. തീയിന് കടുപ്പം കൂടുമ്പോ പൊരിയും വലുപ്പം കൂടും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഏതുപോലെ? കൊട്ടാരം പോലെ വലുപ്പമുള്ള, കൊട്ടാരത്തിന്റെ അത്ര വലുപ്പമുള്ള തീപ്പൊരികൾ. അപ്പൊ ആ തീയിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ അല്ലാഹു തആല വളരെ ശക്തമായ ഭാഷയിൽ എന്നെയും നിങ്ങളെയും സൂറത്തുൽ മുർസലാത്തിയിൽ അല്ലാഹു തആല ഉത്ബോധിപ്പിക്കുന്ന, സൂറത്തുൽ മുർസലാത്തിയിൽ അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. സൂറത്തുൽ മുർസലാത്തിയുടെ 29, 30, 31, 32 വചനങ്ങളില് അല്ലാഹു ശക്തമായ ഭാഷയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വചനങ്ങൾ പറഞ്ഞു. ആ തണലാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. എങ്ങനെയുണ്ട്? കിട്ടുന്ന തണല് അപകടകരം, കിട്ടുന്ന വെള്ളം അപകടകരം. കിട്ടുന്ന വെള്ളവും അതുപോലെ തന്നെ തണലും കാറ്റും അപകടകരമാണ്. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം. എന്നാൽ ഇനി ഇവർക്ക് അല്ലാഹു നൽകുന്ന ഭക്ഷണം കിട്ടുമോ, വെള്ളം കിട്ടുമോ? ഇല്ല. കുടിക്കാൻ വെള്ളം കിട്ടുമോ? നേരത്തെ പറഞ്ഞത് ഹമീം. നേരത്തെ പറഞ്ഞ ഹമീം ഏതാ? അവര് നിൽക്കുന്നത് ചുടുവെള്ളത്തിലാ. ഇനി അമ്മ പറയുന്നത് കുടിക്കാൻ വെള്ളം കിട്ടുമോ? കിട്ടും. തിന്നാൻ ഭക്ഷണം കിട്ടുമോ? കിട്ടും. അവിടെ പറയുന്നുണ്ട്. ഇനി നമ്മളിവിടെ പറയുന്ന ഇല്ലാ വലാ ശറാബൻ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. ചുടുജലമല്ലാതെ,
അവരുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചൂടുള്ള ചീഞ്ചലമല്ലാതെ നരകത്തിൽ അവർക്ക് കുടിക്കാൻ അവസരമില്ല. ഇത് ശരിക്കും മനസ്സിലാക്കിക്കോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. ഇത് ശക്തമായ പ്രയോഗമാണ്, നിങ്ങളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂറത്തുൽ വാഖിയയില് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കടുപ്പം തോന്നിയത് ആ ഒരു വരിയാണ്. ഏത്? നരകത്തിൽ ആ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന, സക്കൂം വൃക്ഷം തിന്നേണ്ടി വരുന്ന, കള്ളിമുള്ളു തിന്നാൻ പറഞ്ഞ ആ ഘട്ടവും, അതുപോലെ തന്നെ ഈ ചുടുവെള്ളം കുടിക്കാൻ പറഞ്ഞ ഘട്ടവും. അല്ലാഹു എന്തേ പറഞ്ഞത്? സുമ്മ ഇന്നകും അയ്യുഹൽ മുകദ്ദിബൂൻ ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം ഫമാലിഊന മിൻഹൽ ബുതൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. സുബ്ഹാനല്ലാഹ്. അത് മതി ഒരു മുസ്ലിമിന് തന്റെ ജീവിതം തിരുത്താൻ. അതിലെങ്കിലും എന്റെ കൂട്ടുകാരൊന്ന് മനസ്സിരുത്തി ചിന്തിക്കോ. എന്താ ഈ പറഞ്ഞത്? സുമ്മ ഇന്നകും അയ്യുഹല്ലാലൂൻ. പിന്നെ നരകത്തിൽ കിടന്നിട്ട് എന്റെ പ്രിയപ്പെട്ട അടിമകളെ, വഴി പിഴച്ച് നടന്നവരെ, പരലോകം നിഷേധിച്ചവരെ, വഴി പിഴച്ച് നടന്നവരെ, പരലോകം പറയുമ്പോ നിങ്ങൾക്കൊരു ചിരിയായിരുന്നുവല്ലേ? ആ വയത് കേൾക്കുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴും ഒക്കെ നിങ്ങൾ അത് പറയുന്നയാളെ നേരം വെളുക്കാത്തവനാക്കിയല്ലേ? നിങ്ങൾക്ക് വരാനുള്ള ഗതികേടെന്താണെന്നറിയോ? ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. സഖൂം വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ തിന്നേണ്ടി വരും. നരകത്തിന്റെ അടിയിൽ മുളച്ചു പൊങ്ങുന്ന ഒരു തരം വൃക്ഷമാണത്. നരകത്തിന്റെ അടിയിൽ മുളച്ചു പൊങ്ങുന്ന ഒരു തരം വൃക്ഷമാണിത്. സുബ്ഹാനല്ലാഹ്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറിയിട്ട് മൂക്കോട് അടുപ്പിക്കാൻ അത് കഴിയൂല. വായിലേക്ക് കൊണ്ടുവരുമ്പോഴേക്ക് നാറ്റം കൊണ്ട് അത് കുടിക്കാൻ കഴിയൂല. എന്നാൽ നാറ്റം പോവട്ടെ, ടേസ്റ്റോ ഭയങ്കര കയ്പാണ്, ഭയങ്കരം കയ്പാണ്. ചൂടോ സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. വാസന സുഖകരല്ല, ടേസ്റ്റ് കയ്പാണ്. എന്നാ പിന്നെ കഷായം കുടിക്കും പോലെ കണ്ണും മുറുകി ചിമ്പി അങ്ങ് കുടിച്ചാൽ ഇല്ല, കുടിക്കാൻ കഴിയൂല. ശക്തമായ ചൂടാണ്, ശക്തമായ ചൂടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കഷായം കുടിക്കും പോലെ ഈ വൃക്ഷം തിന്നാൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ല, ശക്തമായ ചൂടുമാണ് ഈ വൃക്ഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതെന്താ സാധനം എന്നറിയോ നിങ്ങൾ? സഖൂം, ദരീഅ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ വേറെ സാധനങ്ങളാണെന്നും അല്ല, എല്ലാം ഒന്ന് തന്നെയാണ് എന്നുമൊക്കെ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹിയും ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ പറയുന്നത് കാണാം. ഏതാവട്ടെ ഈ സാധനം കള്ളിമുള്ളാണെന്ന വ്യാഖ്യാന പ്രകാരം, മുള്ള് എന്ന് പറഞ്ഞാൽ കായല്ല, കള്ളിമുള്ള് എന്ന് പറഞ്ഞാൽ ഒരു പഴല്ല, ഒരു തരം നെബുത്താണ്, അത് ഒരു തരം ചെടിയാണ്. ആ ചെടിയിൽ സങ്കീർണമായ മുള്ളിൻ കൂടാരങ്ങളാണ്. അത് തിന്നിറക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ അത് തിന്നാൻ പറയും, മോണയിൽ തറക്കും, അണ്ണാക്കിൽ തറക്കും, തൊണ്ട പൊട്ടും, അല്ലാതെ വിഷമിക്കും, തൊണ്ടയിൽ കെട്ടും ഈ ഭക്ഷണം. കാരണം എങ്ങനെ തിന്നാലും പതുക്കെ തിന്നാം, മുള്ളും തിന്നാം. ഇത് ദുനിയാവിലെ മുദ്രാവാക്യ, പരലോകത്തിനൊന്നും നടക്കൂല, തിന്നാൻ കഴിയൂല. ഒരു അനക്കം പോലും, ഒരു മുള്ളു പോലും തിന്നാൻ കഴിയില്ല. എന്നാൽ ഇനി എങ്ങനെയോ ഒക്കെ കഷ്ടപ്പെട്ട്, കഴിയൂല സങ്കല്പിക്കുക, എങ്ങനെയോ ഒക്കെ കഷ്ടപ്പെട്ട് ഒരു കമ്പ് തിന്നാൽ പടച്ചോൻ അത് ഞാൻ തിന്നു, ഇനി എന്നോട് പറയില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരതാപാണ്. എന്നാൽ ഇത് ഞാൻ തിന്നു, ഈ ബന്ധിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ തിന്നേണ്ടി വരുമെന്നല്ല, വയറ് വീർപ്പിച്ചു തിന്നേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതൊക്കെ പച്ചമലയാളത്തിൽ അർത്ഥം പറഞ്ഞെങ്കിലേ ശരിക്കും തിരിയുള്ളൂ. ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പള്ളറച്ചു തിന്നേണ്ടി വരും. അതാ ഫമാലിഊന മിൻഹൽ ബുതൂൻ. പള്ള നിറച്ചു തിന്നേണ്ടി വരും. കുറച്ചു തിന്നാ മതിയാവൂല, പള്ളറച്ചു തിന്നേണ്ടി വരും. തീറ്റിക്കും നിന്നെ കൊണ്ട് ഞാൻ. സുഹൃത്തെ, ഇതൊക്കെ കേറുന്നുണ്ടോ തലയില്? ഇത് മനോരമ വായിക്കല്ല, മംഗളം വായിക്കല്ല, അവിടുന്നൊക്കെ അങ്ങോട്ട് പോരണോ? ഇത് സൃഷ്ടികർത്താവായ തമ്പുരാന്റെ ആരുറപ്പുള്ള വചനങ്ങളാണ്. ശരിക്കും മനസ്സിലാക്കുക, ആരുറപ്പുള്ള വചനങ്ങളാണ്, നമ്മളെ മാറ്റാൻ മാത്രം പക്വമായ വചനങ്ങളാണ്. അപ്പൂപ്പന്മാർക്ക് പോലും താക്കീത് ലഭിക്കാതെ സാംസ്കാരികമായി തളർന്നുപോയ ഒരു സമൂഹത്തെ, അതപ്പതിച്ചു പോയ ഒരു സമൂഹത്തെ
പൊക്കിയെടുക്കാൻ പറ്റിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ നമ്മളെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഈ വിശുദ്ധ ഖുർആനിന് കഴിയും, ഇതിന്റെ വചനങ്ങൾക്ക് കഴിയും. നമ്മളൊന്നും അത്രത്തോളം വഷളായിട്ടില്ലല്ലോ. ഈമാനില്ലേ? ഈമാനിന്റെ ഒരു ചെറിയ അംശമൊക്കെ ഇപ്പോഴും ബാക്കിയില്ലേ? ബാക്കി ഉണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടാ നന്നാവും. ശക്തമായ താക്കീതുകളാണ് അല്ലാഹു നൽകുന്നത്. തിന്നേണ്ടി വരുമെന്നല്ല, വയറു നിറയെ പള്ള നിറച്ച് തിന്നേണ്ടി വരും. എന്നിട്ടല്ല പറഞ്ഞു, അത് തിന്ന് എങ്ങനെയോ അത് തിന്ന്. ഇനി മറ്റൊരു അദാബ് വരുന്നു, ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. ആ വെള്ളത്തിന്റെ മുകളിൽ നിങ്ങൾ ചുടുവെള്ളം കുടിക്കേണ്ടി വരും. ആ ഭക്ഷണത്തിന്റെ മുകളിൽ നിങ്ങൾ ചുടുവെള്ളം കുടിക്കേണ്ടി വരും. അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചീഞ്ചലം അത് നിങ്ങൾക്ക് കോരിത്തരും, നിങ്ങൾ കുടിക്കേണ്ടി വരും. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. ഈ ഭക്ഷണത്തിന് ദമ്മിടാൻ നിങ്ങളെ മറ്റൊരദാബായിട്ട് അല്ലാഹു തആല വെള്ളം കുടിക്കാൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വെള്ളം, അത് കുടിക്കാൻ കഴിയില്ല. ശക്തമായ ചൂടാൻ ആ വെള്ളം കുടിക്കാൻ അല്ലാഹു നമ്മളോട് പറയുമ്പോൾ കയ്യില്ല റബ്ബേ എന്ന് പറയും. എന്റെ കയ്യിൽ ഇതാ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ തരുന്ന, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്റെ കയ്യിൽ തന്നാൽ ഇതാ ഓവർ ചൂടുള്ള വെള്ളമല്ല, മീഡിയം ചൂടേ ഉള്ളൂ, അല്ല ചൂടാറി തണുത്ത വെള്ളമാണെന്ന് പറയാം. ഇതൊരു മിതമായ ചൂടാണെങ്കിൽ എനിക്ക് ഈ വെള്ളം കുടിക്കാൻ കഴിയും, എനിക്ക് പ്രയാസമില്ല. അതേസമയം ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം എന്റെ കയ്യിൽ നൽകിയാൽ എനിക്കിത് വലിച്ചു കുടിക്കാൻ കഴിയില്ല. വേണ്ടതുപോലെ വിചാരിച്ചതുപോലെ ആസ്വദിച്ച് അങ്ങോട്ട് കുടിക്കാൻ കഴിയില്ല. പതുക്കെ പതുക്കെ ഊമ്പി 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 പതുക്കെ പതുക്കെ ഒപ്പിച്ചൊപ്പിച്ച് കുടിക്കണം. വായിലിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നോ രണ്ടോ തിരിമറിയൊക്കെ നടത്തിയിട്ടേ ഹൽക്കക്ക് വിടാൻ പറ്റൂ, അല്ലെങ്കിൽ തൊണ്ട പൊള്ളിപ്പോകും. ഇതൊക്കെയല്ലേ ഗതികേട്. എന്നാലും നരകത്തിലെ അവിശക്തമായ ഈ വെള്ളം കിട്ടുമ്പോൾ ഒന്ന് ചുണ്ടിൽ വെച്ച് പതുക്കെ പതുക്കെ ആറ്റിയെടുത്ത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി പതുക്കെ പതുക്കെ കുടിക്കാൻ പറ്റുമോ? പറ്റൂല. ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ചു വലല്ല ഒട്ടകം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും. നിങ്ങളതാ പോത്ത് വെള്ളം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും. സുഹൃത്തെ, എന്താ ഈ പറയുന്നത്? പോത്ത് കുടിക്കും പോലെ കുടിക്കേണ്ടി വരും, പേന്തി കുടിക്കേണ്ടി വരും. കേറുന്നുണ്ടോ തലയില്? അള്ളാഹുവിന്റെ ശക്തമായ താക്കീതുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നുണ്ടോ? ഉറങ്ങണ്ട, ഉണരാൻ സമയമായിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് കണ്ണു ചിമ്മിയെങ്കിൽ നാളെ കണ്ണു തുറക്കുമ്പോ മുന്നിൽ കാണാനുള്ള അനുഭവിക്കാനുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടാൽ തിന്മകളോട് സലാം ചെല്ലാൻ കൂടുതൽ സമയം വേണ്ടി വരില്ല. അതിനുവേണ്ടി പറഞ്ഞതാണ്. എന്തേ ഈ ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥാണത്. പേന്തി കുടിക്കുക, വലിച്ചു കുടിക്കേണ്ടി വരും. അപ്പോഴാണല്ലോ കയ്യാതിരിക്കുക. അള്ളാഹു കുടിപ്പിക്കും. പഠിച്ചവനെ, സാധുക്കളായ ഞങ്ങൾ റമദാനുൽ മുബാറക്കിന്റെ പാതിരാത്രിയിൽ റബ്ബേ 3 ദിവസം ഇവിടെ ഒത്തുകൂടി ഞങ്ങൾ നിന്റെ ഭീകരമായ നരകത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ആ സൗകര്യപൂർണമായ സുഖലോക സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു. മിനിയാന്ന് ഞങ്ങൾ മരണവെപ്രാളത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പൂർണ്ണമായി പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. റബ്ബേ, റഹ്മാനായ റബ്ബേ, നിന്റെ വചനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന സാധുക്കളാണ്. ഞങ്ങളിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബേ. നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് പൊറുത്തു മാപ്പാക്കി ഇത്തരം ഒരു ഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനേ. ഞങ്ങളെ കാക്കണം റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണം റഹ്മാനേ. ഞങ്ങളെ ഉസ്താദുമാരെ കാക്കണം റഹ്മാനേ. ഇതിനാണ് ഖുർആൻ. കണ്ട നിങ്ങൾ, ഇത്തരം താക്കീതുകൾ കേൾപ്പിക്കാനാണ് ഖുർആൻ. ഖുർആൻ എന്തിനാന്ന് ചോദിച്ചോടത്ത് അധിക സ്ഥലത്തും പറഞ്ഞത് അതാ. സുവിശേഷം അറിയിക്കാൻ ഖുർആനുണ്ട്. പക്ഷെ അതിനേക്കാൾ രണ്ടും കൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ സുവിശേഷം താക്കീതും കൂടെ പറയും. ബഷീറും നദീറും ആണെന്ന് പറയും. അതേസമയോ ഒന്നാ പറയുന്നതെങ്കിൽ താക്കീതാ പറയാറുള്ളത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹ്ഖൽ ഖൗലു അലൽ കാഫിരീൻ. ഇങ്ങനെ എല്ലായിടത്തും ഈ ശബ്ദമാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിക്കും നന്നായി ചിന്തിക്കണം. വരാനുള്ള ലോകത്തെക്കുറിച്ച് നല്ല ഒരു ബോധം വേണം. ഈ ജയിലറയിൽ കഴിയാൻ സഹോദര സഹോദരി എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. ഈ ജയിലറയിൽ ജീവിക്കാൻ, ഈ പീഡനമുറകൾ അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. എന്നിട്ടോ
ഈ പോത്ത് കുടിക്കും പോലെ ഈ ചുടുജലം കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടു അല്ലാഹ് പറഞ്ഞതെന്താ? ഇതവരുടെ പരമാവധി ശിക്ഷയാണോ? ടോപ്പ് ശിക്ഷ ഇതാണോ? അല്ല. ഇവർക്ക് പ്രതിഫല നാളിലുള്ള നല്ല ഇവർക്ക് പ്രതിഫല നാളിൽ കൊടുക്കുന്ന പ്രഥമ സൽക്കാര പാർട്ടിയാണ്. അതാ നുസുലുഹും, ഇതിവർക്കുള്ള പ്രഥമ സൽക്കാരമാണ്. പ്രഥമ സൽക്കാരം വന്നുകൂടുമ്പോ, അതിഥി വന്ന് കിടക്കുമ്പം ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചായയും ഒരു ലഘു കടിയും കൊടുക്കും. അതാ പരിപാടി ട്ടോ. നീ കാണാനുള്ളതൊക്കെ ബാക്കിൽ വരാണ്ട്. എങ്ങനെയുണ്ട്? ലഘു ഭക്ഷണത്തെ കുറിച്ച് തന്നെ പറഞ്ഞത് ഇപ്പൊ കേട്ടില്ലേ? നമുക്ക് അനുഭവിക്കാൻ, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. പിന്നെ ഇനി ഇതിന്റെ ബാക്കിൽ കാനുള്ളത് വന്ന എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അബു സുഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, മോനെ ഇതാണ് നുസുലെങ്കിൽ, പ്രഥമ സൽക്കാരം ഇതാണെങ്കിൽ ഇനി വരാനുള്ളത് എത്ര കടുപ്പമാണെന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയൂലേ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. പഠിച്ചവരെ, തെറ്റുകുറ്റങ്ങളുണ്ട്, നിന്റെ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുത്തുതാ റഹ്മാനെ. ഇതാണ് നരകത്തിലെ ശക്തമായ അദാബുകൾ. അല്ലാഹു തആല പറഞ്ഞു, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ. ഇനി ഇത് തന്നെ ഈ ഹമീമിനെ കുറിച്ചും ഈ ഭക്ഷണത്തെ കുറിച്ചും ഒക്കെ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തത് കൊണ്ട് വിശുദ്ധ ഖുർആൻ എന്റെ കയ്യിലുണ്ട്. ഒന്ന് അങ്ങിങ്ങ് മറച്ചാൽ നമ്മൾ മുഴുവൻ കാണുക. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 3 ജുസ് അതിങ്ങനെ നോക്കിയാൽ മുഴുവനും പരലോകം ശരിക്കും ഇങ്ങനെ കാണുക കൺമുമ്പില്. അപ്പൊ അത് പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്, പക്ഷേ നമ്മുടെ സമയം അനുവദിക്കൂല എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കൃത്യസമയത്ത് നിർത്തണം എന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് വഴിക്ക് കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലേക്ക് എല്ലാ ആയത്തുകളും പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ഓതി അത് വ്യാഖ്യാനിക്കുമ്പോഴേ ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. എന്നാലും മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് തന്നെ മതിയല്ലോ. ഇത്തരം ചെറിയ ചെറിയ അനുഭവങ്ങൾ എന്നെ എമ്പാടുവാണ്. മനസ്സിലാക്കാൻ കഴിയുന്നവനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ചിന്തയുള്ളവന് പഠിക്കാൻ മാത്രമുള്ള പാഠമാണ്. ലാ ജസാഅൻ വിഫാഖാ, യോജിച്ച പ്രതിഫലമാണ്. അല്ലാഹു പറയും, യോജിച്ച പ്രതിഫലമാണിത്, പറ്റിയ പ്രതിഫലം, നല്ല ഫിറ്റായ പ്രതിഫലം. കാരണം അവൻ ഭൂമിയിൽ നിയമവിലക്കുകളില്ലാതെ ജീവിച്ചവനാ. നാണം മറക്കണം പെണ്ണേ എന്ന് പറഞ്ഞപ്പം അവൾക്കതിന് തോന്നിയില്ല. ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പം അവൾക്കതിന് തോന്നിയില്ല. ഇന്നലെ നാം പറഞ്ഞ അശ്ലീല ജ്വരങ്ങള്, മൊബൈലിലെ ട്യൂണുകളടക്കം അശ്ലീല ജ്വരങ്ങള്, മൊബൈൽ ട്യൂണുകള്, അതുപോലെ മൊബൈലിലെ ഡയലർ ട്യൂണുകള്, സീഡികള്, കാസറ്റുകൾ, അശ്ലീല പുസ്തകങ്ങള്, അശ്ലീല ചിത്രങ്ങള്, നീലചിത്രങ്ങള്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞു എന്റെ കൂട്ടുകാരെ ഇന്നലെ. അതൊക്കെയാണ് ഇന്ന് ആധുനികന്റെ ജ്വരമെങ്കിൽ നല്ലോണം മനസ്സിലാക്കിക്കോ. ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ കടുപ്പമായി പറഞ്ഞതാ. ഇതൊക്കെ ചെയ്ത കൂട്ടർക്ക് ജസാഅൻ വിഫാഖാ, അനുയോജിച്ച പ്രതിഫലമാണ്, അനുയോജ്യമായ പ്രതിഫലമാണ്. അവർ ചെയ്തതിനോട് ഇത് ഫിറ്റാണ്. ജസാഅൻ വിഫാഖാ. ഇന്നലെ സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെയല്ല പറഞ്ഞത്. യോജിച്ച പ്രതിഫലം എന്നല്ല പറഞ്ഞത്. ജസാഅൻ മിൻ റബ്ബിക അതാഅൻ ഹിസാബാ, നിന്റെ നാഥനിൽ നിന്നുള്ള ദാനമായി അവർക്ക് പ്രതിഫലമായി ലഭിച്ചതാ. എന്തേ അങ്ങനെ പറയാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ. മതിയായ ദാനം എന്ന വാക്കുപയോഗിക്കാൻ കാരണം സ്വർഗാവകാശി അവൻ ചെയ്ത അമലിനുള്ള സൗകര്യങ്ങളല്ല അവൻ ആസ്വദിക്കുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഹത്തായ ഔദാര്യമാണ് അവൻ ആസ്വദിക്കുന്നത്. അമല് ചെയ്തതിന് അത്രയൊന്നും കൊടുക്കണ്ട, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ തന്നെ മതി. ഇനി അതും വേണമെന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തു ചെയ്തെങ്കിലും അത് ചോദ്യം ചെയ്യാൻ ആളില്ല എന്നല്ല, ഇന്നത് ചെയ്യണം അതാണ് നീതി എന്ന് നിങ്ങൾ പറയാനും പഠിപ്പിക്കാനും നമ്മളാളല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട സംഗതികളാണ്. ഏതാവട്ടെ പറയട്ടെ, സ്വർഗാവകാശിക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് ഔദാര്യമാണ്. അതേസമയം നരകാവകാശിയെ അല്ലാഹു ശിക്ഷിക്കുന്നത് അത് നീതിയാണ്.
അത് നീതിയാൻ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അക്രമമല്ല, നീതിയാൻ. നീതിയുടെ കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ എന്തുകൊണ്ട് എന്ന് പറയും. ഔദാര്യത്തിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും അത് പറയണമെന്നില്ല. ഇന്നലെ പറഞ്ഞു അത്. അതുകൊണ്ടാണ് അസ്ഹാബുൽ യമീനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അങ്ങനെ പറയാതിരുന്നത്. അതേസമയം അസ്ഹാബു ഷിമാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഖറബീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു. കാരണം അവരേറെക്കുറെ ആപേക്ഷികമായി പറയാൻ വകുപ്പുള്ളവരാ. കാരണം അമലുകളിൽ മുന്നേറിയവരാ, പരമാവധി സുഹൃതങ്ങൾ ഒപ്പിക്കാൻ ശ്രമിച്ചവരാ. അവർക്കും അള്ളാഹുവിന്റെ ഔദാര്യം തന്നെയാണെങ്കിലും ഈ ജസ്റ്റ് അഡ്മിഷൻ കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ചേർത്തി നോക്കുമ്പോ ഇവരെത്രയോ ഉന്നതരാണ്. അപ്പൊ ഏതാവട്ടെ, നീതിയുടെ കാര്യം പറയുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരനക്കം അക്രമമില്ലെന്ന് തെളിയിക്കാൻ ഇവരെന്തു ചെയ്തു എന്ന് അള്ളാഹു പറയാറുണ്ട്. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. അതിന്റെ കാരണം എന്താണെന്നറിയോ? അല്ല പറയുന്ന ഇവിടെ ഇത്രയും ശിക്ഷിക്കപ്പെടാൻ കാരണം, ഈ സമൂമും ഹമീമും ദുല്ലും ഹമൂമും ഒക്കെ കൊടുക്കാനുള്ള കാരണോ എന്താ നിങ്ങൾക്കറിയോ? പോത്ത് കുടിക്കും പോലെ ഇവരെ കൊണ്ട് കുടിപ്പിക്കാൻ കാരണം എന്താണെന്നറിയോ? അല്ല പറയുന്നു ഇന്നഹും കാനൂ ഖബല ദാലിക്. ഇങ്ങോട്ട് പരലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് ഇവരായിരുന്നു മുത്റഫീൻ, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. മുത്രഫ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക, തറഫോട് കൂടി ജീവിക്കുക. തറഫ് എന്ന് പറഞ്ഞാൽ സുഖലോലുപതയിൽ, നുഴൂമത്തിൽ, സുഖലുപതയിൽ ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, ചെത്തി മിനുക്കി ജീവിക്കുക. ചെത്തിപ്പൊളിച്ച് അടിച്ചു പൊളിച്ചവന്റെ ജീവിതം അവൻ തീർത്തവനാണ്. അവന് വയല് കേൾക്കണ്ട, അവന് ഖുർആനിന്റെ ആഹ്വാനങ്ങൾ കേൾക്കണ്ട. ഇത്രയും ശക്തമായ ഈ ധർമ്മക്കാഹളത്തിന്റെ മുഴക്കം അവൻ കേൾക്കുന്നില്ല. അവന് വേണ്ടതെന്താ? തോന്നിവാസമാണ്. അവന് ഉടുത്തതിനേക്കാൾ ഉടുക്കാത്ത സംസ്കാരത്തോടാണ് അവന് കൂടുതൽ ഇഷ്ടം. അവനെപ്പോഴും അശ്ലീല ഗാനങ്ങളോടാണ് നല്ല ഗാനങ്ങളെക്കാൾ ഇഷ്ടം. ഇതായിരുന്നു അവന്റെ സംസ്കാരം. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. വ്യവസ്ഥാപിതമായ ഒരിടയിൽ മാത്രം ലൈംഗികദാഹം തീർക്കേ, അതൊക്കെ 2ാം നമ്പർ ഏർപ്പാടല്ലേ? അതൊക്കെ വളരെ വളരെ മോശപ്പെട്ട ഏർപ്പാടല്ലേ? ഇഷ്ടംപോലെ തോന്നിയിടത്തൊക്കെ തന്റെ ലൈംഗികദാഹം തീർക്കുക എന്ന ഒരു മോഡേൺ ചിന്താഗതിയിലേക്ക് അവൻ വന്നു. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. അവരിതിനു മുമ്പ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. വയുസിറൂന അലൽ ഹിംസിൽ അദീം. മഹാപാപത്തിന്റെ മേലില് അവർ സ്ഥിരമായി നിൽക്കുന്നവരായിരുന്നു. വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്യുന്നവരായിരുന്നു. വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോ ഹിംസുൽ അദീം എന്ന് പറയുമ്പോ അല്ലാഹുമായുള്ള കരാർ ലംഘിക്കുന്നു. ഈമാൻ ലംഘിച്ച ശിർക്ക് അതിൽ പെടും. ശിർക്ക് മാത്രമല്ല, പാപവും പെടും. അതുകൊണ്ടാണ് അബൂ സഊദ് ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ അതിനെ വ്യാഖ്യാനിച്ചപ്പോ പറഞ്ഞു, മഹാപാപങ്ങൾ ചെയ്തു. അവിശ്ർക്കി അല്ലെങ്കിൽ ശിർക്ക്, രണ്ടു നിലക്ക് വ്യാഖ്യാനിച്ചാലും അത് തെറ്റല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുശ്രിക്കീങ്ങളല്ല. നമ്മുടെ കുഴപ്പം ദമ്പാൻ, നമ്മൾ മഹാപാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്ക് നിങ്ങൾ എത്ര ഗൗരവമുള്ള തെറ്റുകള് നമ്മൾ എത്ര ലാഘവത്തോടെയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് കോംപ്ലക്സ് പള്ളിയിൽ നിന്ന് ലോട്ടറിയെ കുറിച്ച് പരാമർശിച്ചപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇന്ന് വളരെ ലാഘവത്തോടെയാണ് ഇത് നടക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് അലി കടപ്പുറത്ത് വെച്ച് പ്രഭാഷണം നടത്തുമ്പോ ലോട്ടറിയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സഹോദരാ, മദ്യപാനം ഏതുപോലെ ഹറാമാണോ അതേ രൂപത്തിൽ ഹറാമാണ് കേട്ടോ ലോട്ടറി സമ്പ്രദായം. പക്ഷെ എന്തോന്നറിയില്ല, മുസ്ലിമീങ്ങൾ വളരെ ലാഘവത്തോടെയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത്. ലോട്ടറി ഇടക്കാലത്ത് എന്തോ ഉത്ബോധിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല, ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ട് ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞാൻ ഒരുപാട് ഉസ്താദുമാരോട്, പള്ളിയിൽ ഖതീബുമാരായി നിൽക്കുന്ന ഉസ്താദുമാരോട് പറഞ്ഞു, നിർബന്ധമായും ലോട്ടറിയെ കുറിച്ച് പ്രതിപാദിക്കണം വെള്ളിയാഴ്ചക്ക് ശേഷം. കാരണം എന്താ? പറഞ്ഞു കൊടുത്താൽ മാറ്റം ഉണ്ടാകുന്ന ഉറപ്പാ. എന്റെ നാട്ടിൽ എനിക്ക് വയലുണ്ടായപ്പോ ലോട്ടറിയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു എന്റെ നാട്ടിലെ ചെറുപ്പക്കാർ പറഞ്ഞു. നല്ലൊരു മാറ്റം എന്റെ നാട്ടിൽ പ്രകടമായി. നല്ലൊരു മാറ്റം. ചെറുപ്പക്കാർ മുഴുവനും മാറി. കാരണം എന്താ? ഇത്ര ശക്തമാണിത് എന്നറിയില്ലായിരുന്നു. കള്ളു കുടിക്കും പോലെ തെറ്റോ? അതിലേറെ വലിയ തെറ്റേ ആവാൻ സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞത് അതിലേറെ വലിയ തെറ്റ്, കാരണം മനുഷ്യരായിട്ടുള്ള ഇടപാടായതുകൊണ്ട് അതിലേറെ വലിയ തെറ്റാണ്. പക്ഷെ പറഞ്ഞു വന്നത് എന്തേ? ലോട്ടറിയെ കള്ളിനോട് കൂട്ടിയാണ് അല്ലാഹു പരാമർശിച്ചത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ചിന്തിക്ക,
തീർച്ചയായിട്ടും മദ്യപാനം, വൽ മൈസിറു ലോട്ടറിയും പിശാചിന്റെ വൃത്തികെട്ട ഏർപ്പാടുകളിൽപ്പെട്ടതാണ്. രണ്ടും. അതിന് അന്ന് ലോട്ടറി ഉണ്ടോ ഉസ്താദേ നിങ്ങള് മൈസൂരിന് ലോട്ടറി എന്ന് അർത്ഥം വെക്കാന്? അതാണ് നമുക്ക് പലപ്പോഴും പറ്റിയത്. ചൂതാട്ടം എന്ന അർത്ഥം പറഞ്ഞത് എന്താ സംഗതി എന്ന് തിരിയാതെ പോകരുത്. സാമ്പത്തിക രംഗത്തെ മുഴുവൻ ചൂഷണങ്ങൾക്കും ചൂതാട്ടം എന്ന് പറയാം. ആ വിഭാഗത്തിൽ ഒന്നാണ് ലോട്ടറി എന്നല്ല മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. അന്ന് ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന ആയത്തിറങ്ങുമ്പോൾ അന്ന് സാഹചര്യം, അതിറങ്ങുമ്പോഴുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് ഇന്നത്തെ കൃത്യമായ ലോട്ടറിയുടെ ഒരു പഴയ ചിത്രമായിരുന്നു. ഇന്ന് നടക്കുന്ന അതേ ലോട്ടറിയാണ് അന്ന് നിലവിലുള്ളത്. അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങിയത്. എന്തേ കാരണം? അന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരൊട്ടകത്തെ 10 ആള് കൂടിയിട്ട് വാങ്ങും. ഒരൊട്ടകത്തെ 10 ആള് കൂടിയിട്ട് വാങ്ങും. വാങ്ങുമ്പോ എല്ലാവർക്കും തുല്യ പങ്കാണ്. ഒരേ സംഖ്യ 500 രൂപ എല്ലാവരും എടുത്തത്. 5000 രൂപയ്ക്ക് ഒരു ഒട്ടകത്തെ വാങ്ങി. ഒരു ഒട്ടകത്തിന്റെ വിലയോ അതിലെ പങ്കോ ഒന്നും അല്ലപ്പോ ഞാൻ പറഞ്ഞത്. ഞാൻ ഉദാഹരണം സങ്കല്പിക്കുക. ഒട്ടകത്തിന് അതിലേറെ വില ഉണ്ടാവും, പക്ഷെ ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. 500 രൂപ വീതോ 5000 രൂപ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു മൃഗത്തെ വാങ്ങി. എന്നിട്ട് അതിനെ അറുത്ത് തോല് പൊളിച്ചു. അതിന്റെ മാംസം വിഭജിക്കുകയാണ്. വിഭജിക്കുമ്പോ വിഭജനത്തിൽ കൃത്യമായ ഏറ്റവ്യത്യാസങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേ തോതിലല്ല. ആദ്യത്തെ ഒരു കെട്ട് അവിടെ പൊതിഞ്ഞു വെച്ചു. 50 കിലോന്റെ ഒരു കെട്ട്, 25 കിലോന്റെ മറ്റൊരു കെട്ട്, ഇങ്ങനെ വിവിധ കെട്ടുകളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചു. 10 കിലോന്റെ, 5 കിലോന്റെ, 1 കിലോന്റെ കെട്ടുകള്. എന്നിട്ട് എന്ത് ചെയ്തു? നറുക്കിട്ടിട്ട് 50 കിലോ എന്ന നറുക്ക ഇതാർക്കാ കിട്ടുന്നതെങ്കിൽ 50 കിലോ എന്ന നറുക്ക് കിട്ടിയവൻ ആരാണോ അവൻ കൊടുത്ത 500 ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അവന്റെ കുടുംബത്തിലേക്ക് 50 കിലോനും കൊണ്ടുപോകുന്നു. പലരും ഒരേ രൂപത്തിൽ പങ്കുവെച്ച് സ്വരൂപിച്ചതാണിത്. പക്ഷേ നറുക്ക് കിട്ടിയപ്പോ 1ാം സമ്മാനവുമായി അവൻ പോയി. ഇതാണ് ഫസ്റ്റ് പ്രൈസ്. അതുകൊണ്ട് ചിന്തിക്കുക, പലരുടെ 10 രൂപ കൂടിയതാണ് നിനക്ക് കിട്ടുന്ന മാരുതിക്കാറും ലക്ഷവും എന്ന് ചിന്തിക്കണം. അത് നറുക്ക് കിട്ടുമ്പോ നമ്മളങ്ങ് കൊണ്ടുപോകാൻ. ഈ സംസ്കാരത്തെയാ വിമർശിക്കുന്നത്. ചെറുപ്പക്കാരാ, പഴയ കാലത്ത് ഇത് മാപ്പിളക്ക് പാടില്ലാത്തതായിരുന്നു എന്ന് ലോട്ടറി ഏജന്റിന് പോലും അറിയാമായിരുന്നു. എന്നാൽ ഇന്നതറിയില്ല. ഇന്നൊരു മുസ്ലിയാര് വണ്ടിയിൽ കയറിയാൽ ലോട്ടറി ഏജന്റ് വരുമ്പം മുസ്ലിയാരുടെ ഭാഗത്തേക്കും നീട്ടുകയാണ്. മുസ്ലിയാരുടെ ഭാഗത്തേക്കും കൊണ്ടുവരും. എന്താ എടുത്തോളൂ, നമ്മൾ വേണ്ടാന്ന് തലയാട്ടുമ്പോ അയാൾ നമ്മളോട് വയത് പറയാ, ഉസ്താദേ കിട്ടിയാലൊരു ലക്ഷാണ്, കാറാണ് ഉസ്താദേ, എടുത്തോളൂ. എന്റെ ചെറുപ്പക്കാരാ, ഇവിടെ എത്തിക്കാനുള്ള കാരണം എന്താ? പണ്ടൊരു തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാരുടെ അടുത്തേക്ക് ഇത് നീട്ടൂലായിരുന്നു. കാരണം ഇത് മാപ്പിളക്ക് പറ്റിയ സംസ്കാരമല്ല എന്ന് ഈ ഏജന്റിന് പോലും അറിയാത്ത രൂപത്തിൽ, നേരെ മറിച്ച് മദ്യപാനം മാപ്പിളക്ക് പാടില്ല എന്നവർക്കറിയാം. ഇത് പാടില്ല എന്നറിയാത്ത രൂപത്തിൽ നമ്മൾ ഇന്ന് യഥേഷ്ടം അതുമായി ബന്ധപ്പെട്ടു. മദ്യപിക്കുന്നവര് ചിലപ്പോൾ ഒരു ചെറിയ ഒളിയും മറിയൊക്കെ ഉണ്ടാവും. ഉള്ളോൽ കിട്ടോ ഇതൊക്കെ പറയുമ്പോ ഒരു വിഭാഗം ഒരു പക്ഷേ പറയുന്നുണ്ട്, ആർക്കും ഒളിയും മറിയും ഉസ്താദെ, ആരെ പറ്റി ഞങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ ഉണ്ടാവും. എന്റെ സാസിലിരിക്കുന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. മദ്യപിക്കുന്ന ആളുകൾ ഒരു പക്ഷേ പരസ്യമായിട്ട് മദ്യപിക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നാലും ചില മാന്യന്മാരായ കുടിക്കാരുണ്ട്, അവരെ പറ്റിയപ്പോ ഞാൻ പറഞ്ഞത്. പകൽ മാന്യന്മാരെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അവര് മദ്യപിക്കുമ്പോൾ ഒരു ഒളിയും മറിയൊക്കെ ഉണ്ടാവും. പക്ഷെ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ അങ്ങനത്തെ ഒരു ഉളുപ്പുകേടൊന്നുമില്ല. കാരണം എന്താ? ഇത് അങ്ങനെ ഒരു വലിയ വിഷയമാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. കള്ള് കുടിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാ മക്കളെ ലോട്ടറി എടുക്കുന്നത്. അതുകൊണ്ട് സൽക്കാരവേദികളിൽ, കല്യാണവേദികളിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പറുകൾ നോക്കി, ടിക്കറ്റുകൾ നോക്കി, ഈ നമ്പർ ഒപ്പിച്ച് ലക്ഷം നേടാമെന്ന് നിങ്ങൾ കരുതണ്ട. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഒരുക്കി വെച്ച ഈ നരകത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. മദ്യപിക്കരുത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മദ്യപിക്കരുത് കേട്ടോ. അടിച്ച് പൊളിച്ച് ജീവിച്ചാൽ അപകടം ചെയ്യും. നിശാ ക്ലബ്ബുകളിൽ പോയി സമയം പങ്കിട്ട, അവിടെ കഴിഞ്ഞുകൂടി രാത്രി സമയത്ത് നിങ്ങൾ ഉത്സവമാക്കി മാറ്റിയാൽ, പെണ്ണും കള്ളുമായി ഉത്സവമായി കൂടിയാൽ അപകടം ചെയ്യും, സംശയിക്കണ്ട. നബി തങ്ങൾ പറഞ്ഞ്, സയഅതി അലന്നാസി സമാൻ
يشربون فيه الخمور ويسمونها بغير اسمها صدق رسول الله. ഒരു കാലം വരുന്നുണ്ട്, യശ്റബൂന ഫീഹിൽ ഖുമൂർ, അന്നെന്റെ ഉമ്മത്ത് കള്ളു കുടിക്കും, വയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, മദ്യത്തിന്റേതല്ലാത്ത ഓമന പേരുകളിൽ അതിനെ ഓമനവൽക്കരിക്കുന്നവർ. പേരാണ് ഓമനവൽക്കരിക്കും. വിദേശ മദ്യങ്ങളുടെ നല്ല നല്ല പേരുകളായിരിക്കും, കേട്ടാ നല്ല കള്ളാന്നൊരിക്കലും തോന്നൂല. പേര് കേട്ടാ നല്ല അടിപൊളി പേരുകളായിരിക്കും, പക്ഷേ സംഗതി കുടിക്കുന്നത് കള്ളാണ്, ലഹരിയാണ്, ലഹരി പദാർത്ഥമാണ് അവൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലം വരുന്നു പറഞ്ഞെങ്കിൽ ഇതാ വിദേശ മദ്യങ്ങളുടെ അഡിക്റ്റുകളായ നമ്മുടെ ചെറുപ്പക്കാരെ കുറിച്ചല്ലെങ്കിൽ ആരെക്കുറിച്ചാ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ ശക്തമായ രൂപത്തിൽ നിങ്ങളൊരു പ്രതിഷേധ സ്വരത്തിന് തയ്യാറാവണം. ഒരു പ്രതിഷേധ സ്വരം നിങ്ങളിൽ ഉയരണം. ഇല്ല, ഞാൻ എന്റെ ഈമാൻ ഒരിക്കലും കളഞ്ഞുകുളിക്കില്ല, ഞാൻ എന്റെ ധാർമ്മികത ഒരിക്കലും കുളമാക്കില്ല. ഇങ്ങനെ ഒരു ശക്തമായ തീരുമാനമെടുത്തിട്ട്, പ്രതിജ്ഞ എടുത്തിട്ട് എന്റെ കൂട്ടുകാർ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാവൂ. നിർബന്ധമായും ഈത്തപ്പനയുടെ പ്രതിരോധ ശേഷി വേണം നമുക്ക്. ഈത്തപ്പന മരത്തിന്റെ പ്രതിരോധ ശേഷി വേണം നമുക്ക്. ഈത്തപ്പന മരത്തിന്റെ പ്രതിരോധ ശേഷി മുസ്ലിമിന് വേണ്ടത് അതാണ്. ഈത്തപ്പന മരത്തിനോടാണ് മുസ്ലിമിനെ അല്ലാഹുവിന്റെ റസൂൽ ഉപമിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ ഇന്ന മിനശ്ശജരി ശജറതൻ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട് സ്വഹാബാ, ലാ യസ്ഖുതു വറഖുഹാ, അതിന്റെ ഇല കൊഴിഞ്ഞു പോകുകയില്ല സ്വഹാബ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇല കൊഴിഞ്ഞു പോകാത്ത ഒരു മരമുണ്ട് സ്വഹാബ. ലാ യസ്ഖുതു വറഖുഹാ, എക്കാലത്തും ഇരച്ചു നിൽക്കുന്ന ഒരു മരം, അതിന്റെ ഇല കൊഴിഞ്ഞു പോകില്ല. വ ഇന്നഹാ മസലുൽ മുഅ്മിൻ, അത് വിശ്വാസിയെ പോലെയാ. അതാരെ പോലെയാണെന്ന് ചോദിച്ചാൽ വിശ്വാസിയോട് ഉദാഹരിക്കാൻ പറ്റിയ ഒരു മരമാണ്. അഖ്ബിറൂനി അൻഹാ, ഹദ്ദിസൂനി അൻഹാ, അറിയുമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുതാ സ്വഹാബ. നിങ്ങൾക്കറിയോ? അറിയുമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറ. സഹാബത്ത് ഇങ്ങനെ കാട് കയറി. സഹാബത്ത് പറഞ്ഞു, ഞങ്ങളൊക്കെ കാട്ടിലേക്ക് പോയി. സഹാബത്ത് പറഞ്ഞു, ഫദഹബന്നാസു കുല്ലുഹും ഇലാ അസ്ജാരിൽ ബവാദി, ജനങ്ങളെല്ലാവരും മലയോര മരങ്ങളിലേക്ക് കാട് കയറി. മലയോരങ്ങളിലുള്ള മരങ്ങളിലേക്കൊക്കെ കാട് കയറി എന്ന് പറഞ്ഞാൽ അവരൊക്കെ പള്ളിയിൽ തന്നെയാ, പക്ഷേ അവരുടെ ചിന്ത കാട് കയറി. ഏതു മരത്തെക്കുറിച്ചാ റസൂലുള്ള പറഞ്ഞത്? ഇലന്ത മരത്തെക്കുറിച്ചാണോ ഹബീബ് പറഞ്ഞത്? തേക്കിനെ കുറിച്ചാണോ ഹബീബ് പറഞ്ഞത്? എന്തിനെ കുറിച്ചാണ് ഹബീബ് പറഞ്ഞത്? ഈത്തപ്പന മരത്തെക്കുറിച്ചാണോ? എന്താ നബി തങ്ങൾ ഈ പറഞ്ഞത് എന്നിങ്ങനെ ചിന്തിച്ചവർ കാട് കയറി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്ന, ഞാൻ ആ സദസ്സിൽ അന്നൊരു ചെറിയ കുഞ്ഞനാ, ആ സദസ്സിൽ ഒരു ചെറിയ കുഞ്ഞനായിട്ടെന്ന് ഞാനുണ്ട്. എനിക്കപ്പോൾ ഒരു നിഗമനമുണ്ടായിരുന്നു, അതൊരു പക്ഷേ ഈത്തപ്പന മരമാകാം. ഞാനത് പറഞ്ഞില്ല, കാരണം എന്നെക്കാൾ വയസ്സ് മൂത്തവരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അത് പറഞ്ഞ് അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു കുറവ് വരണ്ടാന്ന് കരുതിയിട്ട്, അഥവാ തെറ്റിപ്പോവോ എന്ന് ഭയപ്പെട്ടിട്ട്. പിന്നെ മറ്റൊരു ദിവസോ തന്റെ ഉപ്പയോടൊപ്പം ഉമർ ഇബ്നുൽ ഖത്താബിനോട് കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇത് പറഞ്ഞു, ഉപ്പാ, അന്ന് റസൂലുള്ളാഹ് മരത്തെ കുറിച്ച് ചോദിച്ചപ്പോ എനിക്കതറിയായിരുന്നു. പിന്നെ റസൂലുള്ള പറഞ്ഞത് ഇന്നഹാ ഷജറത്തുൻ നഖൽ, അത് ഇന്നഹൻ നഖല, അത് ഈത്തപ്പനയാണെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ഹദീസിന്റെ വാക്ക് അങ്ങനെയാ, ഇന്നഹൻ നഖല, തീർച്ചയായിട്ടും അത് ഈത്തപ്പനയാണെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഞാൻ എന്നെക്കാൾ വയസ്സിൽ മൂത്തവരവിടെ ഉണ്ടായപ്പോ, ഉള്ളിന്റെ ഉള്ളിലൊരു ഭയവും കൂടെ ഉണ്ടായപ്പോ, ഉപ്പാ, അത് ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രം. അപ്പോൾ ഉപ്പ പറഞ്ഞു, മോനെ, അന്ന് നീ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ സന്തോഷം അതായിരുന്നു. കാരണം എല്ലാവരെയും കുഴക്കിയ ഒരു ആൻസർ പ്രവാചകൻ സദസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരാൾക്കും പറയാൻ കഴിയാത്ത ഒരു മറുപടി എന്റെ മോനാണല്ലോ പറഞ്ഞതെന്നൊരു ക്രെഡിറ്റ് എനിക്ക് ലഭിക്കുമായിരുന്നല്ലോ മോനെ. അന്ന് നീ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന, തന്റെ മകൻ ഇൽമിൽ മുന്നേറുന്നത് അത് പാടുള്ളതാണല്ലോ. അങ്ങനെ മകൻ, സ്വന്തം ഞാൻ അല്ലെങ്കിൽ എന്റെ മകനൊക്കെ വലുതായി കാണാൻ ആഗ്രഹിക്കാം.
ഇൽമുള്ള ആളായിട്ട് എത്ര കാണാനും ആഗ്രഹിക്കാം. മറ്റുള്ള ഒരാൾ മോശക്കാരനാവണ്ട, അയാളുടെ ഇൽമ നീങ്ങിപ്പോകണ്ട, അത് ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ മറ്റേത് ആഗ്രഹിക്കാമല്ലോ, ഹബീബ് പഠിപ്പിച്ചതാ. ഏതാവട്ടെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ അറിയാമായിരുന്നു എന്നാ നമ്മൾ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, അത് ഈത്തപ്പന മരമാണ് സഹബാ. എന്താ ഈത്തപ്പന മരത്തെ പോലെയാണ് വിശ്വാസി എന്ന് പറയാൻ കാരണം? ഇതാണ് എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഈത്തപ്പന മരത്തെ പോലെയാണ് വിശ്വാസി എന്ന് പറയാൻ കാരണം എന്താ? ഈത്തപ്പന മരത്തെ പോലെയാ വിശ്വാസി എന്ന് പറയാൻ കാരണം, ഈത്തപ്പന മരത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈത്തപ്പന മരത്തെ കുറിച്ച് പഠനം നടത്തിയപ്പോ കിട്ടിയ റിസൾട്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് നമുക്ക് കൂടുതൽ വ്യാഖ്യാനിച്ചു തരുന്നു. അതിന്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നു. ഈത്തപ്പന മരത്തിന്റെ ഓരോ പാർട്ടുകളും അത് ഉപയോഗപ്പെടാതെ പോകില്ല എന്ന് മഹാന്മാർ അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല വ്യാഖ്യാനമാണ്. എന്തുകൊണ്ട്? ഒരു മുസ്ലിം ഇങ്ങനെയാണ്, അവന്റെ വാക്കോ അവന്റെ പ്രവൃത്തിയോ അവന്റെ ചിന്തയോ അവന്റെ നോട്ടമോ അവന്റെ അടക്കമോ അവന്റെ അനക്കമോ ഹൈറല്ലാത്ത മാർഗത്തിൽ ഉണ്ടാകൂല. ഒരു മുസ്ലിമിനെ കൊണ്ട് ഒരു നിലക്കും ആർക്കും ശല്യം ഉണ്ടാവൂല. ഈത്തപ്പനയെ പോലെ ഗുണേ അവനെ കൊണ്ടുണ്ടാവുള്ളൂ, ഹൈറേ ഉണ്ടാവുള്ളൂ. ഏതെടുത്ത് നോക്കിയാലും ഹൈറേ ഉണ്ടാവും. അവന്റെ കൈകൊണ്ടായാലും കാലുകൊണ്ടായാലും കണ്ണുകൊണ്ടായാലും ഒക്കെ ഹൈറേ ഉണ്ടാവുള്ളൂ, ഷർറ ആർക്കും ഉണ്ടാവൂല. മുസ്ലിമിന്റെ സ്വഭാവം അതാണ് എന്ന് മഹാന്മാർ വ്യാഖ്യാനിച്ചത് വളരെ കറക്റ്റ്. എന്നാൽ പിൽക്കാലത്ത് പിന്നെയും അതേക്കുറിച്ച് ഗവേഷണം നടന്നു. ഈത്തപ്പന നിൽക്കുന്ന ഭൂപ്രകൃതിപരമായിട്ട് ഈത്തപ്പനയെ കുറിച്ച് പഠിച്ചപ്പോൾ വളരെ വലിയ ആശയങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ ഹദീസിന് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തേത്? ഈത്തപ്പന മരം നിൽക്കുന്നത് അറേബ്യൻ ഭൂമിയിലാണ്. നമുക്കറിയാം, മണലാരണ്യത്തിലാണ് ഈത്തപ്പന നിൽക്കുന്നത്. മണൽ ഭൂമി എന്ന് പറഞ്ഞാൽ കളരിയ മണ്ണാണ് മണൽ ഭൂമി. നമുക്കറിയാലോ, ഉറച്ച മണ്ണല്ല, നമ്മളെ പോലുള്ള മണ്ണല്ല. അവിടെ മണൽ ഭൂമിയിൽ നിൽക്കുമ്പോ ശക്തമായ കാറ്റടിച്ചാൽ ഈ മരം വീഴണം. ശക്തമായ ചൂടത്ത് ഇത് ഉണങ്ങിപ്പോകണം. കാരണം വെള്ളമില്ല, മഴ പെയ്യുന്ന സ്വഭാവമില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒരു മഴ കിട്ടൂ, മഴ പെയ്യുന്ന സ്വഭാവമില്ല. അപ്പൊ ശക്തമായ ചൂടിൽ ഇത് ഉണങ്ങിപ്പോകണം. ഉണങ്ങുമോ? ഇല്ല. ശക്തമായ കാറ്റടിക്കാറുണ്ട് അറേബ്യൻ ഭൂമിയിൽ. വാഹനം പോലും ഓടിക്കാൻ കഴിയാത്ത അതിശക്തമായ കൊടുങ്കാറ്റടിക്കാറുണ്ട്. ഗൾഫുകാരായ കൂട്ടുകാർക്ക് ഇത് കൂടുതൽ ബോധ്യപ്പെടും. എങ്കിൽ നിങ്ങൾ കേട്ടോ, ഇന്ന് വരെ ഈത്തപ്പന തോട്ടങ്ങൾ നിരന്നു വീണ് കിടന്നത്. നേരെ മറിച്ച് നമ്മളെ നാട്ടില് 2 മാസം മുമ്പ് തുടരെയായി 1, 2, 3, 4 ദിവസമങ്ങും കാറ്റടിച്ചപ്പോഴേക്ക്, അങ്ങിങ്ങായി ചെറിയ തോതിൽ കാറ്റടിച്ചപ്പോഴേക്ക് നമ്മുടെ ഗവൺമെന്റിന് വന്ന നഷ്ടം പത്രങ്ങൾ എഴുതിയത് 8 കോടി രൂപ, 12 കോടി രൂപയുടെയൊക്കെ വാഴക്കൃഷി നശിച്ചു. റബ്ബർ മരം, വാഴ, ഇതൊക്കെ വേഗം വീഴുന്ന മരങ്ങളാണ്. എന്നാൽ ആ മണൽ ഭൂമിയിൽ നിൽക്കുന്ന ഈത്തപ്പന എന്തുകൊണ്ട് വീഴുന്നില്ല കാറ്റടിക്കുമ്പോ? ഇവർ പഠനം നടത്തി. എന്തുകൊണ്ട് ശക്തമായ വെയിലിൽ അത് ഉണങ്ങിപ്പോകുന്നില്ല? ഇവർ പഠനം നടത്തി. അവർ പഠനം നടത്തിയപ്പോഴാ മനസ്സിലായത് ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. 2 പ്രതികൂല സാഹചര്യങ്ങളാണ്: ശക്തമായ കാറ്റ്, ശക്തമായ ഉഷ്ണം, വെയില്. ശരിയാണ്. എന്നാൽ ഈ 2 പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കാൻ അതിനെ സഹായിക്കുന്ന ഘടകം ഏതാണെന്നറിയോ? ഈത്തപ്പനയുടെ താഴോട്ടുള്ള വേരോട്ടമാണ്. ഈത്തപ്പനയുടെ താഴ്വേരാണ്. ഈത്തപ്പനയുടെ വേര് വളരെ 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 താഴോട്ട് ഇറങ്ങിയിരിക്കുന്നു. അത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതിലപ്പുറം ഇതിന്റെ വേര് നമുക്ക് കാണുമ്പോൾ വെള്ളമല്ല. പക്ഷെ ഈത്തപ്പനയുടെ വേര് കിടക്കുന്നത് എത്രയോ ഭാഗം വെള്ളത്തിലാണ്. കാരണം അതുവരെ പോകും, അത് വെള്ളം കിട്ടുവോളും സഞ്ചരിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് 2 സഹായം ഉണ്ടായി. വെള്ളത്തിന്റെ സാന്നിധ്യം അതിനുറപ്പായതുകൊണ്ട് ഉണങ്ങൂല. വെള്ളം തേടി ഇത്രയും താഴോട്ട് സഞ്ചരിച്ചത് കൊണ്ട് ഇനി കാറ്റടിച്ചാൽ വീഴൂല. 2 സഹായമായി. അപ്പൊ ഈ വേരോട്ടമാണ് അവയുടെ അതിന്റെ പ്രതിരോധ ശേഷി കൂട്ടിയതെങ്കിൽ മുസ്ലിം ഇതുപോലെയാണ്. ഹബീബിന്റെ വാക്ക് വായിക്കുക, ഇന്ന മിന ശജരി ശജറതൻ ലാ യസ്ഖുതു വറഖുഹാ. കണ്ടോ? മുസ്ലിം അവൻ എവിടെയാവട്ടെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുക്കാവട്ടെ, ഈത്തപ്പന ശക്തമായ കാറ്റ് പ്രതികൂല സാഹചര്യമാണ്. ഈത്തപ്പന നിൽക്കുന്ന ഭൂമിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് പ്രതികൂല സാഹചര്യമാണ്. ശക്തമായ ചൂട് പ്രതികൂല സാഹചര്യമാണ്. ശരിയാണ്. എൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നീ കുടിക്കുന്നവരുടെ കൂടെയാണ്. ചെറുപ്പക്കാരാ, നീ പിടിക്കുന്നവരുടെ കൂടെയാണ്, കളിക്കുന്നവരുടെ കൂടെയാണ്. ശരിയാണ്. ആ കമ്പനിയിലൊക്കെ നീ ചേർന്നാലും മാപ്പിള തന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കും. പരിസരത്തുള്ള കാറ്റിനനുസരിച്ച് ആടിക്കൊടുക്കുന്നവരല്ല വിശ്വാസി. മാപ്പിളക്ക് മാപ്പിളയുടേതായ സംസ്കാരമുണ്ട്. മുസൽമാന്റെ സംസ്കാരം കീപ്പ് ചെയ്യും.
പ്രതിരോധ ശേഷി ഉണ്ടാവണം. ഇതാ ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഏത് കമ്പനിന്റെ ഒപ്പം കൂടിയാലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കുടിക്കുന്നവന്റെ കൂടെ ആകുമ്പോൾ കുടിക്കുക, പിടിക്കുന്നവന്റെ കൂടെ ആകുമ്പോൾ പിടിക്കുക, കളിക്കുന്നവന്റെ കൂടെ ആകുമ്പോൾ കളിക്കാം. ഇങ്ങനെ ഒരു പരിപാടി അത് മുസ്ലിമിന് യോജിച്ചതല്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുക്കും നിൽക്കാൻ അവൻ പഠിക്കണം. ഇത് ഖുർആനും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൽ വിശുദ്ധ ഖുർആനും ഇങ്ങനെ ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അലം തറ കൈഫ ദറബല്ലാഹു മസല, അലം തറ കൈഫ ദറബല്ലാഹു മസല. അതെ, മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. അല്ലാഹു തആല പറഞ്ഞു, നബിയേ അലം തറ, നിങ്ങൾ കണ്ടില്ലേ, കൈഫ ദറബല്ലാഹു മസല, അല്ലാഹു എങ്ങനെയാണ് ഉദാഹരിച്ചതെന്ന് കണ്ടില്ലേ? കലിമത്തുൻ ത്വയ്യിബ, ആ നല്ല വാക്കിനെ അല്ലാഹു എങ്ങനെയാണ് ഉപമിച്ചതെന്നറിയില്ലേ? നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ. ആ സൽവചനത്തെ അല്ലാഹു എങ്ങനെയാ ഉദാഹരിച്ചതെന്നറിയില്ലേ? കശജറത്തിൻ ത്വയ്യിബ, അതൊരു നല്ല വൃക്ഷം പോലെയാണ്. ഈമാനിന്റെ വേരോട്ടം കിട്ടിയ മനുഷ്യൻ അവൻ നല്ല ഒരു വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിന്റെ സ്വഭാവം എന്താ? അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തഅതി തുതി ഉകുലഹാ കുല്ലഹീൻ. കണ്ടോ? അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേര് താഴോട്ടിറങ്ങിയിരിക്കുന്നു. ആ മരത്തിന്റെ പ്രത്യേകത അവിടെ മരം ഏതാന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒരു നല്ല മരം പോലെയാണ് ഈമാൻ, അതിന്റെ വേര് താഴോട്ട് പോയിരിക്കുന്നു. ഇന്നത്തെ ഈ ലേറ്റസ്റ്റ് പഠനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും ഈ ആയത്തും കൂടെ അങ്ങോട്ട് കൂട്ടിവെക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നു ഈത്തപ്പനെ പോലെയാണെന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുക്കും ആണത്തോടെ മുസ്ലിമിന്റെ റോളിൽ നിൽക്കാൻ ഒരു മുസൽമാനായ ചെറുപ്പക്കാരന് സാധിക്കും, ചെറുപ്പക്കാരിക്ക് സാധിക്കും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുതി ഉകുലഹാ കുല്ലഹീൻ. അതെപ്പോഴും അതിന്റെ കായ്ക്കനികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നബി തങ്ങളും പറഞ്ഞില്ലേ, അത് ലാ യസ്കുതു വറഖുഹാ, ഇല കൊഴിയൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടൂല. എപ്പോഴും ലാ യസ്കുതു വറഖുഹാ, ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുക മരത്തിനത്. സൂറത്ത് ഇബ്രാഹിമിലാണെന്നാ എന്റെ ഓർമ്മ. ഈ ആയത്ത് അല്ലാഹു തആല പറഞ്ഞത് കാണാം. ആ ആയത്തിന്റെ തഫ്സീർ എടുത്ത് ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ അതാ അധിക മുഫസ്സിരിങ്ങളും പറഞ്ഞു അൽ മുറാദു ബിഹൻ നഖ്ല, ഈ മരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈത്തപ്പനയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു ചെയ്തല്ല ഹദീസിൽ, ഇന്നഹൻ നഖ്ല. നബി തങ്ങൾ പറഞ്ഞത് വിശ്വാസിയുടെ ഉദാഹരണം, അല്ലാഹ് പറഞ്ഞത് ഈമാനിന്റെ ഉദാഹരണം. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈമാനുള്ളവനാ വിശ്വാസി. അപ്പൊ ഈമാനിന്റെ വേരോട്ടമുണ്ടെങ്കിൽ നമ്മളെ ഇളക്കാൻ ഒരു സാഹചര്യങ്ങൾക്കും കഴിയില്ല, ഒരു താല്പര്യങ്ങൾക്കും കഴിയില്ല. ഇങ്ങനെ പറയാനൊരുങ്ങിയാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ സുദീർഘമായി പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സുദീർഘമായി കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നില്ല. ഏതാനും കുറഞ്ഞ വിഷയങ്ങളും കൂടെ, ആ പറഞ്ഞു വെച്ച ആയത്തിന്റെ 1-2 ആയത്തുകൾ അതും കൂടെ അങ്ങോട്ട് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. ബഹുമാനപ്പെട്ട തങ്ങളപ്പോഴേക്കും ഇങ്ങോട്ട് എത്തിയാൽ ഇൻഷാ അല്ലാഹ് ഉടനെ നിർത്തും. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. അവിടെ തന്നെ ഒരു കാര്യവും കൂടെ പറയാനുള്ളത്, ഞാൻ ഉമ്മമാരോടൊരു കാര്യം പറയാൻ പ്രത്യേകം ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്, ഈത്തപ്പന പോലെയാണ് വിശ്വാസി എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗ്ഗം ഉമ്മമാരുടെ കാൽ കീഴിലാണെന്ന് പറഞ്ഞ ഹദീസ്. ആ ഹദീസ് കൂടുതൽ ശ്രദ്ധേയമാണ്. സ്വർഗം ഉമ്മമാരുടെ കാൽ കീഴിലാണ് എന്ന് പറയുന്ന ഹദീസ് കൂടുതൽ ശ്രദ്ധേയമാണ്. നോക്ക് നിങ്ങള്, ഈമാനിന്റെ ഉളുപ്പ് ഉമ്മക്ക് നഷ്ടപ്പെട്ടതോടുകൂടെ മക്കൾ ദുഷിച്ചു പോയി. അതുകൊണ്ട് ഈമാനിന്റെ വേരോട്ടമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പ്രതിരോധ ശേഷിയെങ്കിൽ അതാ ഉമ്മ എന്ന് പറയുന്നത്, ഉമ്മയുടെ കാൽ കീഴിലാണ് മക്കളുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമ്മ ഈമാനിന്റെ വേരോട്ടമുള്ളവളായിരിക്കണമെന്നാ. നമ്മൾ പലപ്പോഴും ഈ ഹദീസ് ഉദ്ധരിക്കാറുള്ളത്, മോനെ നീ നിന്റെ കെട്ടിയോളെ കൂടി എന്നെ ശല്യം ചെയ്യണ്ട എന്ന് പറയാനായിരിക്കും. ഉമ്മ പലപ്പോഴും ഈ ഹദീസ് ഓതാറുള്ളത് എന്തിനായിരിക്കും? അതാ അല്ലാഹു പറഞ്ഞു തന്ന കാര്യം, അല്ലാഹു എന്നെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള ഉമ്മയായ എന്നെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനായിരിക്കും.
അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന ഹദീസ് പലപ്പോഴും നമ്മൾ ഉമ്മാർ ഓത എന്തിനാ? മോനെ എന്നെ ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ നരകത്ത് പോട്ടോ, സ്വർഗത്ത് പോണേ ഇന്നെ നോക്കണം. അതതിന്റെ അർത്ഥാണ്, അതതിന്റെ പ്രഥമമായ അർത്ഥാണ്. പക്ഷെ അതിലും വലിയൊരു അർത്ഥമുണ്ട്. അത് ഉമ്മമാര് കാണാതെ പോകരുത്. എപ്പോഴും ഒരു സൈഡിലൂടെ മാത്രം ഹദീസിനെ ആയത്തിനെ ഒന്നും വായിച്ചാൽ പോരാ. ഇരു സൈഡിലൂടെയും വീക്ഷിക്കണം, ഇരു കോണിലൂടെയും വീക്ഷിക്കണം. എന്തേ കാരണം? ആ ഹദീസിന് ആ ഒരു അർത്ഥം മാത്രമല്ല, ഇന്ന അനുസരിച്ചില്ലേ നരകത്ത് പോകുന്നു മാത്രമല്ല, ഞാൻ നേരെ ആയിട്ടില്ലെങ്കിൽ എന്റെ കുട്ടി നരകത്ത് പോകുന്നു അതിനർത്ഥമുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ മക്കൾക്ക് സ്വർഗം പണിയുന്നവളായിരിക്കണം. വീട്ടിലെ സാഹചര്യം ഇസ്ലാമികവൽക്കരിക്കപ്പെടണം. എങ്കിൽ ഇസ്ലാമികവൽക്കരിക്കണം. വീട്ടിൽ അനിസ്ലാമിക പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. ഉമ്മക്ക് നല്ല മക്കളെ പ്രസവിക്കാൻ കഴിയണം. പ്രസവിച്ച മക്കളെ നന്നാക്കി വളർത്തിയെടുക്കാൻ കഴിയണോ? ആ ഉമ്മ നന്നായെങ്കിലേ മക്കള് നന്നാവൂ എന്ന വലിയ ഒരാശയം അതിന്റെ പിന്നിലുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം നാറിയത് വീട്ടിലെ പെണ്ണ് നാറിപ്പോയി എന്ന കാരണം കൊണ്ടാണ്. വീട്ടിലെ പെണ്ണ് നാറിപ്പോയി എന്ന കാരണം കൊണ്ടാ. വീട്ടിന്റെ അകത്തിരുന്നാൽ അതിനും വലിയ ഷെറ്. പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല, എന്നാ അകത്തിരുന്നാലോ അതിലും വലിയ ഷെറാന്ന്. ഏതോ ഒരാൾ പറഞ്ഞു, പെണ്ണ് പുറത്ത് ഇറങ്ങുക കുറെയൊക്കെ നല്ലത്. കാരണം അകത്തിരുന്നാൽ ഷെറോട് ഷെറാണ്. അകത്തളത്ത് ആരും അറിയാതെ ഇവർ വേണ്ടാത്ത അശ്ലീലങ്ങൾ മുഴുവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിനർത്ഥം പുറത്തിറങ്ങാനുള്ള അനുവാദമല്ല അത്. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ നിങ്ങൾ നന്നാക്കണം ഉമ്മമാരെ. പഴയ കാലത്ത് അനാവശ്യം ചെയ്യുന്ന ഉപ്പ, ആ വീട്ടുനാഥൻ ഒരു പക്ഷേ അനർത്ഥങ്ങൾ ചെയ്തെങ്കിൽ അത് പുറത്തിറങ്ങിയാണ് അദ്ദേഹം ചെയ്യുക. വീട്ടിൽ വെച്ച് ചെയ്യാൻ കെട്ടിയോളെ പേടിയാ. കാരണം കെട്ടിയോൾക്ക് കുറച്ച് തെക്കുവയുണ്ട്. മക്കൾക്കുമ്മാന്റെ മുമ്പിൽ ചെയ്യാൻ പേടിയാ. എന്നാൽ ഇന്നാ ഉളുപ്പ് തകർന്നു പോയി. കാരണം വീട്ടിലെ ഉമ്മക്ക് തക്കുവ എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉമ്മമാരെ നിങ്ങൾ നന്നാവണം. മാറുമറക്കാത്ത നിങ്ങളെ മകളോട് മാറുമറക്കാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ല. നിങ്ങൾ മാംസളഭാഗങ്ങൾ പലതും പ്രദർശിപ്പിച്ചാ നടക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളെ മക്കളെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നാവണം. സീരിയൽ ഭ്രമം തനക്കു പിടിച്ച നിങ്ങളെ മക്കളോട് എത്ര പഠിക്കാൻ പറഞ്ഞിട്ടും കാര്യമല്ല. വാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് സീരിയൽ കാണുകയാണെങ്കിൽ അത് നന്നാവാൻ പോകുന്ന കേസല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ശരിക്ക് ചിന്തിക്കുക. പരലോകമുണ്ട്, നരകമുണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നന്നാകാൻ പറ്റും, നന്നാകാൻ കഴിയും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഉമ്മ വീട്ടിലെ സാഹചര്യം നന്നാക്കണം. എങ്കിൽ തന്നെ നിങ്ങളെ മക്കൾ നന്നാവൂ. എപ്പോഴും ഹദീസിന് ഒരു സൈഡ് മാത്രം വായിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. എന്നാണ് ആനുകൂല്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അനന്തരാവകാശികളാണ് അംബിയാക്കളുടെ. ഈ ഹദീസ് ഞാൻ പലപ്പോഴും വായിക്കുന്നതിനാണ് നിങ്ങൾ എന്നെ ആദരിക്കണം എന്ന് പറയാനായിരിക്കും. അത് മാത്രമല്ലല്ലോ അതിന്റെ അർത്ഥം. ആദരിക്കണം, ആലിമീങ്ങളെ നിങ്ങൾ ആദരിക്കണം എന്ന അർത്ഥം ഉണ്ടാകും. പക്ഷെ അതല്ല, വേറെ ഒരു സൈഡ് എനിക്ക് വായിക്കാനുള്ള ഒരു സൈഡ് അതിലുണ്ട്. അതെന്താ? ആ സൈഡിലൂടെ ഞാൻ ആ ഹദീസിനെ വായിക്കുമ്പോഴേ ഞാൻ നന്നാവൂ. അതെന്താ? അമ്പിയാക്കൾ സഹിച്ചതൊക്കെ സഹിക്കേണ്ടവനാണ് നീ. അങ്ങനെ ആ ഹദീസിനെ വായിച്ചു കഴിഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തരാവകാശിയാണ് പണ്ഡിതൻ എന്ന് പറയുമ്പോ അമ്പിയാക്കൾ സഹിച്ചത് നീ സഹിക്കണം. പണ്ഡിതൻ ഒരുപാട് വളരും, ഒരുപാട് സഹനസന്നദ്ധത അദ്ദേഹത്തിൽ ഉണ്ടാകും. ഇതാ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ, അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. എന്തേ ഇവരിത്രയും ശക്തമായ അദാബിൽ പീഡിപ്പിക്കപ്പെടാൻ കാരണമെന്നറിയോ? അവര് ഹിസാബ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അവരിങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് കരുതിയതല്ല. അവരിങ്ങനെ ഒരു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് കരുതിയതല്ല. ഇങ്ങനെ കണക്കും ചോദ്യമൊക്കെ ഉണ്ടാകുന്നവർ കരുതിയതല്ല. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. അവരൊരിക്കലും ഇങ്ങനെ ശക്തമായ ഒരു കണക്ക് ചോദ്യം ഉണ്ടാകുമെന്നവർ കരുതിയതല്ല. അതാ അവർക്ക് തെറ്റിയ അവർക്ക് പറ്റിയ തെറ്റ്. അവർ ആഖിറം വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് വിശ്വസിക്കാനുള്ള മനസ്ഥിതി അവർ കാണിച്ചില്ല. അവര് ഖുർആനിലെ വാക്കുകൾ ഓതിക്കൊടുത്തപ്പോ അവരതിൽ അലംഭാവം കാണിച്ചു. അഫബിഹാദൽ ഹദീസി
അൻതും മുദ്ഹിനൂൻ. അല്ല, ഇത്രയും പൊള്ളുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഈ ന്യൂസ്, ഈ ഖുർആനിന്റെ വാർത്തകളെയാണോ നിങ്ങൾ ആ വാർത്തയുടെ വിഷയത്തിലാണോ നിങ്ങൾ അലംഭാവം കാണിക്കുന്നത്? അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. വിശുദ്ധ ഖുർആൻ ചോദിച്ചു, വിശ്വസിക്കാൻ തയ്യാറാവണം. ഖുർആനിന്റെ ആരുറപ്പുള്ള വചനങ്ങളെ ശക്തമായ ഭാഷയിൽ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ വകദ്ദബൂ ബിആയാതിനാ കിസാബാ. നമ്മുടെ ആയത്തുകൾ ഓതിക്കൊടുത്താൽ അവർ കളവാക്കുകയാണ്. വകദ്ദബൂ ബിആയാതിനാ കിസാബാ, നമ്മുടെ ആയത്തുകളെ കൊണ്ട് അവർ കളവാക്കുന്നവരാണ്. വകദ്ദബൂ ബിആയാതിനാ കിസാബാ. ഇൻഷാ അല്ലാഹ് ഏതാനും ചില ആയത്തുകളും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് വിശാലമായി പറയാനുള്ള സമയം ഇനിയില്ല. അപ്പോഴേക്കത് പെട്ടെന്ന് ചുരുക്കി നമുക്ക് ശരിക്ക് മനസ്സിൽ തട്ടുന്ന രൂപത്തില് ഒരു പുനർവിചിന്തനം നടത്തിയിട്ട് ഇന്ന് രാത്രി ആയത്തുകൾ ഓതിക്കൊടുത്താൽ അവര് നന്നാവണ്ടേ? നന്നാവുന്നില്ല. ആയത്തൊക്കെ ഓതുമ്പോ എന്തായത്ത് ഇതൊന്നും ഉണ്ടാതെ പോയാ എന്ത് നരകം, എന്ത് സ്വർഗം എന്ന് വെക്കുക, എന്ത് ഹിസാബ്, എന്ത് സുറാത്ത് എന്ന് ചോദിക്കുക. ഇതായിരുന്നു ആ കമ്പനിയുടെ സ്വഭാവം. അള്ളാഹ് പറയാ, പിന്നെ അവരെ അങ്ങനെ സൃഷ്ടിക്കാതിരിക്കോ? ആയത്തോതി കൊടുത്തു. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബുൻ മുഹീൻ. ഈ ആയത്താണ് ഓതിയിട്ട് സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത്. ഇതാണ് ഓതിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇനി ഒറ്റ പ്രസിദ്ധീകരണം കാശ് കൊടുത്തു വാങ്ങരുത് കേട്ടോ. ഇനി നിങ്ങളൊരു അശ്ലീല CD കാശ് കൊടുത്തു വാങ്ങരുത്. മക്കളെ, നിങ്ങൾ ടെലിവിഷൻ സെറ്റുകൾ, നിയന്ത്രണമില്ലാത്ത ടെലിവിഷൻ സെറ്റുകൾ കാശ് കൊടുത്തു വാങ്ങരുത്. നിങ്ങള് പ്രസിദ്ധീകരണങ്ങൾ കാശ് കൊടുത്തു വാങ്ങരുത്. പറഞ്ഞു തന്നതാ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അശ്ലീലം കാശ് കൊടുത്തു വാങ്ങുന്നവരുണ്ട്. നല്ലത് മുടക്കാൻ. അപ്പൊ നല്ലത് മുടങ്ങിപ്പോകും. വിശുദ്ധ ഖുർആനിന്റെ പാരായണം മുടങ്ങിപ്പോകും. ഇബ്നു അബ്ബാസ് അങ്ങനെയാണ് ആ ആയത്തിനെ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം മുടങ്ങും. ഉമ്മമാരെ, ഇന്ന് കേൾവിയാണ് കേട്ടോ ഖുർആൻ പാരായണം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പാടിയ പാട്ട് ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞതായും മിൻ ഹരിനാരിലവാ നിങ്ങൾ ഖുർആനിന്റെ വാക്കുകൾ ഉരുവിട്ടാൽ, നിങ്ങൾ ഖുർആനിക വചനങ്ങൾ ഓതിക്കൊണ്ടിരുന്നാൽ, നരകാഗ്നിയുടെ ചൂട് ഭയന്നുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതിയാൽ, നരകാഗ്നിയെ നിങ്ങൾക്ക് കെടുത്തു കളയാൻ കഴിയും. ആ നരകത്തിന്റെ തണുത്തുറഞ്ഞ പാനപാത്രങ്ങളെ കൊണ്ട്, ഖുർആനിന്റെ ആയത്തുകൾ തണുത്തുറഞ്ഞ പാനപാത്രങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നരകത്തിലെ തീ കെടുക്കാം. ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ഹാഫിദ് നമുക്ക് ഓതിത്തന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും അള്ളാഹുവിന്റെ കലാം ഓതി നമ്മെ രസിപ്പിക്കാൻ എന്നല്ല, എപ്പോഴും ഓത്തൊരു ഹോബിയായി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഇനിയും അള്ളാഹു ഹിഫ്ദ് വർദ്ധിപ്പിക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു ഹിഫ്ദ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാത്ത ഒരു ഖേദവും സങ്കടവുമാണത്, ഖുർആൻ ഹിഫ്ദില്ലാതെ പോയി എന്നത്. ഖുർആൻ ഓതുന്ന ശീലം നമുക്ക് കുറവ്. ഓതുകയാണെങ്കിൽ തന്നെ നമുക്ക് ഹിഫ്ദില്ല. ഏതാവട്ടെ, ഹിഫ്ദ് ഇല്ലെങ്കിലും നമ്മളത് പാരായണം ചെയ്യണം എപ്പോഴും. അത് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് നരകത്തിന്റെ ചൂട് ശമിപ്പിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു നേരത്തെ, ഓക്കെ ഉസ്താദ് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ കരയും കണ്ടോ? ആ കരച്ചിൽ കരയാൻ നമുക്ക് കഴിയണം. സുഹൃത്തെ, ശരിക്കും മനസ്സിൽ തട്ടി ഖുർആൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനെ അങ്ങോട്ട് ഓതിയാൽ അവനറിയാതെ കരഞ്ഞു പോകും. കരഞ്ഞ് കണ്ണു കലക്കിയാൽ ഉറപ്പാണ് നാളെ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും വിജയമുറപ്പായിരിക്കും. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ വകദ്ദബൂ ബിആയാതിനാ കിസാബാ. ഞാൻ പറഞ്ഞിരുന്നത് എന്തേ? ഖുർആനോത്ത് മുടക്കുന്ന അശ്ലീലങ്ങൾ നിങ്ങൾ കാശ് കൊടുത്തു വാങ്ങരുത് എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ പുച്ഛമാക്കി കളഞ്ഞു.
അതിനെയൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. അല്ലേ? ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. അശ്ലീലം കാശ് കൊടുത്തു വാങ്ങുന്നവർക്ക്. ഈ ആയത്താണ് ഓതി കൊടുത്ത അവന്റെ തലയിൽ കയറുവോ? ഇല്ല. എന്തായത്ത്, എന്ത് ഹദീസ് എന്ന് ചോദിക്കുവൻ. ഇവിടെ അശ്ലീലത ആസ്വദിക്കണം എന്നല്ലാതെ എന്താ? ഇതല്ലേ അശ്ലീലതക്ക് ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ഒരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ, ഇന്ന് പറഞ്ഞ ഈ നരകത്തെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ താക്കീത് ചെയ്ത നരകത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ പരമാവധി എന്റെ കൂട്ടുകാർ നല്ല വഴിയിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളോട് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആയത്ത് വകുല്ല ഷൈഇൻ. അപ്പോ ഏതൊരായത്തങ്ങ് കേട്ടാലും അപ്പത് അനുസരിക്കണം. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബാ, വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബാ. എല്ലാ വസ്തുക്കളും കൃത്യമായി നാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു കിതാബിൽ. എങ്ങനെയാ നിങ്ങൾ ഈ ചെയ്ത അനർത്ഥങ്ങളുടെ പേരിലൊക്കെ നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയാ? അതിന് വ്യക്തമായ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ നിനക്ക് കഴിയോ? കഴിയും. നീ 90 വയസ്സുവരെ ജീവിച്ചെങ്കിൽ ആ 90 കൊല്ലത്തെ നിന്റെ ഓരോ അനക്കവും അടക്കവും ഇതാ ഒരു ചെറിയ കിതാബിലെല്ലാം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് മോനെ. എല്ലാം ആ കിതാബിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ആ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പഴയ കാലത്തൊക്കെ ഇതിനെയൊക്കെ നിഷേധിച്ചിരുന്നു. പഴയ കാലത്ത് ഇതിനെയൊക്കെ നിഷേധിച്ചിരുന്നു. കൊണ്ടോട്ടിയിൽ എന്റെ സീരിയൽ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കൂൾ സാർ, അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹനോട് പറഞ്ഞു, മുഹമ്മദ് കുട്ടി സാർ എന്ന് പറയുന്ന അദ്ദേഹം, ഉസ്താദെ, പഴയ കാലത്ത് എന്റെ സ്കൂളിലും ഒരു നിരീശ്വരവാദിയായ അധ്യാപകനുണ്ടായിരുന്നു, ഒരു യുക്തിവാദിയായ അധ്യാപകനുണ്ടായിരുന്നു. എനിക്ക് ആ സാറെ ഇന്ന് കാണുകയാണെങ്കിൽ എനിക്കൊന്ന് തിരിച്ചു ചോദിക്കാമായിരുന്നു. അന്ന് അദ്ദേഹം ചോദിച്ചു, അല്ല മമ്മൂട്ടിയെ, നിങ്ങൾ ഈ പറയുന്ന നന്മയും തിന്മയും എഴുതുന്ന 2 കിതാബുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്ന, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു തോള്, ഒരു ചുമലിങ്ങനെ കനം തൂങ്ങിപ്പോകണ്ടേ? നന്മക്കോ തിന്മക്കോ അനുസരിച്ച് വിവരം കൂടുമ്പോ കിതാബിന് കനവും കൂടും എന്നയാൾ യുക്തിപരമായി അന്ന് സമർത്ഥിച്ചിരുന്നു എന്നോട്. പക്ഷേ ഇന്നത് കണ്ടാൽ എന്റെ സാർ അത് പറയില്ല. കാരണം ആധുനിക യുഗം ഇസ്ലാം പറഞ്ഞിരിക്കുന്ന സർവകാര്യങ്ങളുടെയും പുലർച്ചക്ക് സാക്ഷിയാണ്. എന്തുകൊണ്ട് ഇന്ന് അങ്ങനെ പറയോ? ഇന്ന് ആ സാറ് തന്നെ അങ്ങനെ പറയൂല. കാരണം എന്താ? എന്റെ കയ്യിലുള്ള ഈ മൊബൈലിലിരിക്കുന്ന ഒരു ചെറിയ ചിപ്പ, ഇത്ര വലിപ്പമുള്ള ഒരു ചിപ്പില വിശുദ്ധ ഖുർആൻ 30 ജുസുമുണ്ട്. അല്ലേ? ഒരുപാട് നമ്പറുകൾ നാം ഫീഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ കയറ്റുന്നതിന് മുമ്പ് ആ ചിപ്പൊന്ന് ത്രാസിലിട്ട് തൂക്ക്, കയറ്റിയതിന്റെ ശേഷം തൂക്ക്, ഭാരം ഒന്നായിരിക്കും. വിവരം കൂടി എന്നതുകൊണ്ട് ഇന്ന് പേപ്പറിന് ഖനം കൂടുകയില്ല. അതൊക്കെ ഇന്ന് കണ്ടെത്തിയ യുഗമാ. അതുകൊണ്ട് ഈ പറഞ്ഞത് നാളെ പരലോകത്തുള്ള കിതാബ് ഒരു ചിപ്പാണെന്ന് പറയുകയല്ല ഞാൻ. പക്ഷേ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോ സാധ്യതകൾ തെളിയുന്നു. അത് പറഞ്ഞതാൽ അത് അർഹമുർ-റഹീമായ റബ്ബ് തീരുമാനിച്ച രൂപത്തിലായിരിക്കും. ഉലിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി എന്ന് പറഞ്ഞ ആ കിതാബ് അതെങ്ങനെയാ നമുക്ക് ഇവിടുന്ന് പ്രവചിക്കാൻ കഴിയില്ല. പുസ്തകമാണോ കടലാസാണോ ചിപ്പാണോ ഒന്നും പറയാൻ പറ്റില്ല. അല്ലാഹു തആല മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചിരിക്കുന്നു എന്നർത്ഥം. വകുല്ല ശൈഇൻ അസ്വൈനാഹു കിതാബാ. ഇതൊക്കെ നമ്മൾ കിതാബിൽ ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്. നാളെ ആ കിതാബിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വകുല്ല ശൈഇൻ അസ്വൈനാഹു കിതാബാ. അപ്പൊ എങ്ങനെയാ വിചാരണ ചെയ്യാൻ എന്റെ അടുത്ത് വ്യക്തമായ റിപ്പോർട്ടുണ്ട്, എന്റെ അടുത്ത് അവതരിപ്പിക്കാൻ. അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ നല്ലോണം ശിക്ഷയുടെ രുചി അറിഞ്ഞോ. അല്ലാഹു നരകാവകാശികളെ നോക്കിയിട്ട് പറയാ, ഫദൂഖൂ, നിങ്ങൾ നന്നായിട്ട് എന്താണ് ടേസ്റ്റ് എന്ന് ആസ്വദിച്ചോ. എങ്ങനെയുണ്ട് നരകത്തിലെ തീയ്? പറഞ്ഞ ഗൗരവമൊക്കെ അല്ലേ? നോക്ക്, അല്ലാഹു പറയാം, ഇതൊന്ന് നോക്ക്, ആ ഗൗരവമൊക്കെ അല്ലേ എന്നൊന്ന് നോക്കിക്കാളാം. ശരിക്ക് നോക്കിയിട്ട് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മതി.
ഫദൂഖൂ, ശരിക്ക് ശിക്ഷയുടെ രുചി അറിഞ്ഞോ. ഫലൻ നസീദകും ഇല്ലാ അദാബാ, ഇല്ല നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ നമ്മൾ വർദ്ധിപ്പിച്ചു തരില്ല. ഫലൻ നസീദകും ഇല്ലാ അദാബാ, നിങ്ങൾക്ക് ശിക്ഷ കൂട്ടിത്തരാനല്ലാതെ ശിക്ഷയിൽ ഇളവ് എന്ന ഒരു സംരംഭം ഇവിടെയില്ല, അങ്ങനെ ഒരു സംഗതി ഇവിടെയില്ല. നിർബന്ധമായി വരിയും നിങ്ങൾക്ക് ശിക്ഷ ഞാൻ വർദ്ധിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമുക്കെന്തുകൊണ്ട് തലയിൽ കയറുന്നില്ല? എന്തേ നമുക്ക് തലയിൽ കയറാതെ പോകുന്നത്? ഇത് കാരണം നമ്മുടെ ഈമാനിന്റെ കുറവാ. ഈമാനിന്റെ കുറവാണ് പ്രിയപ്പെട്ട കൂട്ടുകാരായത്. ഇതുണ്ടാവാൻ പാടില്ല. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അതാ ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ തന്റെ വീട്ടുമുറ്റത്ത് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. സുഫിയാൻ നിസ്കരിച്ച് രാത്രിയിൽ ക്ഷീണം വന്നപ്പം ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി ഒന്ന് കിടക്കുകയാണ്. സുഫിയാനു സൗരി ക്ഷീണം വന്നപ്പോ രാത്രിയിൽ ഒന്ന് കിടക്കുന്നു. ഒരുപാട് നേരം നിന്ന് നിസ്കരിച്ചു. ഇനി നിന്നാൽ മുന്നോട്ട് പോകില്ല എന്ന കണ്ടീഷനിലെത്തുമ്പോ ഇനി ആടി വീഴും. ഇനി നിങ്ങളുടെ ബോഡി പൊക്കിപ്പിടിക്കാൻ എന്റെ കാലുകൾക്ക് നിവൃത്തിയില്ല, എനിക്ക് കഴിയില്ല എന്ന് പാദങ്ങൾ പറയുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പം സുഫിയാൻ ഒന്ന് കിടക്കുന്നു. കിടന്നതറിയാതെ സുഫിയാൻ ചാടി എഴുന്നേൽക്കുന്ന സുഫിയാനു സൗരി ചാടി എഴുന്നേറ്റിട്ട നിസ്കാരം ആരംഭിച്ചു. കുറെ നിസ്കരിച്ചു. നേരത്തെ നിന്ന് അത്ര ലോങ്ങായി നിൽക്കാൻ കഴിയുന്നില്ല. കുറച്ച് നിന്നപ്പോഴേക്ക് ചടച്ചു. വീണ്ടും കിടന്നു. കിടന്നപ്പോഴേക്ക് ചാടി എഴുന്നേറ്റു. പിന്നെയും കുറെ നിസ്കരിച്ചു. വീണ്ടും കിടന്നു. ഉടനെ ചാടി എഴുന്നേറ്റു നിസ്കരിച്ചു. അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, അല്ലയോ സുഫിയാൻ, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിന്ന് നിസ്കരിച്ചോ, നമുക്ക് വിരോധമില്ല സുഫിയാൻ. നിങ്ങൾ എങ്ങനെ നിസ്കരിച്ചോ, നേരം വെളുക്കുവോളം നിസ്കരിച്ചോ, കുഴപ്പമില്ല. അല്ല, കിടക്കുകയാണെങ്കിൽ കിടക്കണം, വിശ്രമിക്കുകയാണെങ്കിൽ വിശ്രമിക്കണം. ഇതെന്തേ നിങ്ങളൊന്ന് കിടക്കാൻ ഒരുങ്ങും, അപ്പൊ തന്നെ ചാടി എഴുന്നേൽക്കും, പിന്നെ കുറെ നിസ്കരിക്കും, പിന്നെയും ഒന്ന് കിടക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ പറ്റിക്കരുത്. ഒന്നിരിക്കൽ നിങ്ങൾ നിസ്കരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുക എന്ന് സുഫിയാനു സൗരിയുടെ ഭാര്യ പറയുമ്പോ സുഫിയാനു സൗരി പറയുന്ന മറുപടി, മോളെ, ഇന്നു രാത്രി എനിക്ക് നിന്ന് നിസ്കരിക്കാൻ തന്നെയാണ് ആഗ്രഹം മോളെ. പടച്ച റബ്ബിന് വേണ്ടി ഒരുപാട് നിസ്കരിക്കണമെന്നുണ്ട്. പക്ഷേ കുറെ അങ്ങ് നിസ്കരിക്കുമ്പോ ഞാൻ തളരുകയാണ് പെണ്ണേ. പിന്നെ എനിക്ക് തോന്നുന്നു ഇനി കഴിയില്ല, ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്റെ ആരോഗ്യം അപകട നിലയിലാണ്, ഞാൻ വീഴും എന്ന കണ്ടീഷനിലെത്തിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുമ്പോ ഞാനൊന്ന് കിടക്കുമ്പോ എന്റെ വിചാരം ഒന്ന് ദീർഘമായി അങ്ങുറങ്ങണമെന്നാണ്. എന്നിട്ട് അതിരാവിലെ തഹജ്ജുദിന് സുബഹിയുടെ ഒരൽപ്പം മുമ്പ് എഴുന്നേൽക്കണമെന്നാണ്. ഇതൊക്കെയാണ് തീരുമാനം മോളെ. പക്ഷേ കിടക്കുമ്പോഴേക്ക് ചാടി എഴുന്നേൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? കുല്ലമുത്തജഅതു തദക്കർതുന്നാറ വല്ലാഹിറ. ഞാൻ ബെഡിലേക്ക് അങ്ങ് ചായുമ്പോഴേക്ക് തദക്കർതുന്നാറ വല്ലാഹിറ, എനിക്ക് നരകത്തെ കുറിച്ച് ഓർമ്മ വന്നു. എനിക്ക് പരലോക വിഭ്രാന്തികൾ എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു. അതോടുകൂടെ എന്റെ രണ്ട് കണ്ണുകളിൽ നിന്ന് ഉറക്കം പറന്നു പോയി മോളെ. പിന്നെ ഉറക്കം വരണ്ടേ? തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയല്ലാതെ ചാടി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു ഞാൻ. പരലോകത്തിലുള്ള ബേജാറുകൊണ്ടാ, പരലോകം ശരിക്കും തലക്ക് തട്ടിയത് കൊണ്ടാ ഞമ്മക്ക് എന്തേ കുഴപ്പമില്ലാത്തത്. നമുക്ക് ആ നരകം തലയിൽ കയറിയിട്ടില്ല, ഇവർക്ക് നരകം തലയിൽ കയറി. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഭർത്താവ്, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന തന്നെയും മക്കളെയും പോറ്റാൻ പ്രയാസപ്പെടുന്ന ഭർത്താവ്, ആ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു കൊടുക്കുക. എന്താ ഭാര്യ ചൊല്ലിക്കൊടുക്കുന്നതെന്നറിയോ? നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? അടുത്ത അയൽപക്കത്തെ അഹമ്മദ് കണ്ടില്ലേ ലോൺ എടുത്ത് കച്ചവടം നടത്തുന്നത്? അവൻ കണ്ടില്ലേ ലോൺ എടുത്ത് കച്ചവടം നടത്തുന്നത്? നിങ്ങൾ എന്തു നോക്കി നിൽക്കുക? നിങ്ങൾക്ക് ലോൺ എടുത്തൂടെ? അയാൾ കണ്ടില്ലേ പലിശക്ക് വാങ്ങി മുതലാളിയായത്? അയാൾ കണ്ടില്ലേ പലിശക്ക് കൊടുത്ത് മുതലാളിയായത്? കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, 3 ദിവസം നമ്മൾ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഒന്നാമത്തെ ദിവസവും വിശുദ്ധ ഖുർആനിക വചനങ്ങളിൽ മരണം, വിശുദ്ധ ഖുർആനിക വചനങ്ങളിൽ. 2-ാം ദിവസം സ്വർഗം, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ. 3-ാമത്തെ ദിവസം ഇന്ന് നരകം, ഖുർആനിക വചനങ്ങളിൽ. ഇതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു ഇതൊക്കെ കേട്ട് നന്നാകുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഇതെല്ലാം കേട്ട് നന്നാകുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞതും കേട്ടതും നീ ഒരു സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. പഠിച്ചവനെ, ഇത്രയും കേട്ടിട്ടൊന്ന് നന്നാകാനുള്ള ഒരവസരം, ജീവിതത്തിൽ ഒരു തിരുത്തു പ്രഖ്യാപിക്കാനുള്ള ഒരവസരം നീ നൽകണം റഹ്മാനെ, നീ നൽകണം റഹ്മാനെ. റബ്ബേ, ഈ സദസ്സിൽ തടിച്ചുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, കൂട്ടുകാരികൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. പഠിച്ചവനെ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ 2 അക്ഷങ്ങൾ മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. ഹലാലായ മാർഗത്തിൽ നിന്റെ ബറക്കത്തിന്റെ ഖജനാവ്, ഞങ്ങൾക്ക് നിന്റെ നിഅ്മത്തിന്റെ ഖജനാവ് നീ തുറന്നു തരണേ റഹ്മാനെ, നീ തുറന്നു തരണേ റഹ്മാനെ.